ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സഹോദരങ്ങളെ, ഡോക്ടർ അംബേദ്കറുടെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഡോക്ടർ അംബേദ്കറും ആധുനിക ഇന്ത്യയും എന്ന വളരെ വിപുലമായൊരു വിഷയമാണ് നമ്മളിന്ന് ചർച്ചയ്ക്കായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ വിഷയം വായിക്കുമ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവമാണ് എൻ്റെ ഉള്ളിലേക്ക് വന്നത്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഡൽഹിയിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അംബേദ്കറെക്കുറിച്ചൊരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ആ പ്രഭാഷണം ഏതാണ്ട് 3 മണിക്കൂറോളമാണ് നീണ്ടുനിന്നത്. 3 മണിക്കൂറിന് ശേഷം അദ്ദേഹം സദസ്സിനോട് ക്ഷമ പറയുകയുണ്ടായി. ക്ഷമയുടെ ഉള്ളടക്കം ഇതായിരുന്നു: 3 മണിക്കൂർ കൊണ്ട് അംബേദ്കറിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് എനിക്ക് പറയാൻ പറ്റിയത്. ഇനിയും മണിക്കൂറുകളോളം സംസാരിക്കേണ്ടി വരും അംബേദ്കറെക്കുറിച്ചെന്ന് ഖേദിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ അംബേദ്കർ എന്നത് അത്രയും വിപുലമായ, ഒരുപക്ഷെ സീതാറാം യെച്ചൂരി മാസങ്ങളോളം സംസാരിച്ചാലും തീരിയല്ലാത്ത ഒരു കാര്യമാണ്. അത്രയും വലിയൊരു പ്രതിഭാസമാണ് ഡോക്ടർ BR അംബേദ്കറും അദ്ദേഹത്തിൻ്റെ ജീവിത വീക്ഷണങ്ങളും അദ്ദേഹത്തിൻ്റെ തത്വചിന്തയും. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് നിന്നും ഏതെങ്കിലും ചില 1-2 ഭാഗങ്ങളെ ഒന്ന് വിശദീകരിക്കുക മാത്രമാണ് ഇത്തരമൊരു സമ്മേളനത്തിൽ ചെയ്യാവുന്ന കരണീയമായ ഒരു കാര്യം. അതുകൊണ്ട് ഞാൻ വളരെ വിപുലമായ അംബേദ്കർ ദർശനത്തിൻ്റെ വിപുലമായ മേഖലയിലേക്ക് കടക്കാതെ ഇന്ന് സമകാലീന ഇന്ത്യയിൽ ഏറ്റവും പ്രസക്തമായിട്ടുള്ള അംബേദ്കറിൻ്റെ ജീവിത രാഷ്ട്രീയ വീക്ഷണങ്ങളെ സംബന്ധിച്ച 2 കാര്യങ്ങൾ മാത്രമാണ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ഏറ്റവും പ്രധാനമായൊരു കാര്യം, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ വടക്കേ ഇന്ത്യയിലെ ചില അംബേദ്കർ ജന്മദിന സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഇടയായി. അവിടെ ഇപ്പോൾ വൈറലായി ഒരു വീഡിയോ ഇങ്ങനെ വൈറലായി നിൽക്കുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ അംബേദ്കർ പ്രതിമയുടെ ഒരു 4 കൂടിയ കവലയിൽ ഒരു അംബേദ്കർ പ്രതിമ നിൽക്കുന്നു. ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഉടുപ്പ് ഊരിയിട്ട്, ഷർട്ട് ഊരിയിട്ട് അംബേദ്കർ പ്രതിമ ഇങ്ങനെ തുടയ്ക്കുകയും തുടച്ചതിന് ശേഷം അംബേദ്കറുടെ കാലിലിങ്ങനെ തൊഴുതിട്ട് ആ ഉടുപ്പ് തന്നെ വീണ്ടും ശരീരത്തിൽ ഇട്ടുകൊണ്ടു പോകുന്നൊരു മനുഷ്യനെ ഒരു വീഡിയോ ഇങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നു. ഇത് സൂചിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഷർട്ടൂരി അംബേദ്കർ തുടയ്ക്കണമെന്നല്ല, മറിച്ച് അത് സൂചിപ്പിക്കുന്നത് ആ മനുഷ്യൻ അതാരാണെന്ന് അൺഐഡൻറ്റിഫൈഡ് ആയിട്ട് ഒരാളാണ്, ആരാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ മനുഷ്യൻ അംബേദ്കർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തോട് വ്യക്തിപരമായി പുലർത്തുന്ന ഒരു ബന്ധത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണ് ആ വീഡിയോ എന്നത്. മലയാളി സമൂഹം അംബേദ്കറുമായിട്ടുള്ള ബന്ധം നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അംബേദ്കർ ലേറ്റ് കമറാണ്, വളരെ താമസിച്ചെത്തിയ ഒരു കഥാപാത്രമാണ്. അതിന് അതിൻ്റേതായ ചരിത്ര കാരണങ്ങളുമുണ്ട്. എന്തുകൊണ്ടാണ് അംബേദ്കർ കേരളം പോലൊരു സ്ഥലത്ത് വളരെ ലേറ്റ് കമറായത് എന്നതിനൊരു ചരിത്രപരമായ ഉത്തരം നമ്മുടെ മുന്നിലുണ്ട്. അത് നമ്മൾ ഗൗരവമായി കാണേണ്ടതാണ്. നമ്മളുടെ നവോത്ഥാന കാലത്തിന് ശേഷം പിന്നീടുണ്ടായ രാഷ്ട്രീയ പാർട്ടികൾ, രാഷ്ട്രീയ സമൂഹം, അത് പ്രത്യേകിച്ച് ദേശീയ പ്രസ്ഥാനവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും ദീർഘമായൊരു ചരിത്രം കേരളത്തിനുണ്ട്. ദേശീയ പ്രസ്ഥാനം പോലും കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഭിന്നമായി കേരളത്തിൽ വിപ്ലവ പ്രസ്ഥാനമായിരുന്നു. വൈക്കം സത്യാഗ്രഹം പോലുള്ള വലിയൊരു സാമൂഹിക മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് കഴിഞ്ഞത് കോൺഗ്രസ്സുകാരെല്ലാം പുരോഗമനകാരികളായതുകൊണ്ടല്ല, മറിച്ച് കേരളം പോലൊരു സ്ഥലത്ത് കോൺഗ്രസ്സിന് ജീവിക്കണമെങ്കിൽ ഏറ്റവും മിനിമം ജാതിവിരുദ്ധമായ രാഷ്ട്രീയം പറയേണ്ടതുണ്ടായിരുന്നു. ആ ഒരു നിർബന്ധത്തിലാണ് 1924 വൈക്കം സത്യാഗ്രഹം പോലെയുള്ള വലിയൊരു പ്രസ്ഥാനത്തെ, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ ഏറ്റെടുക്കുന്നു. എന്നാൽ നമുക്കറിയാവുന്നൊരു കാര്യം, 1930 ഡോക്ടർ BR അംബേദ്കർ നേതൃത്വം കൊടുത്ത് നാസിക്കിൽ ഒരു ക്ഷേത്രപ്രവേശന പ്രക്ഷോഭം നടത്തുന്നു. ആ ക്ഷേത്രപ്രവേശന പ്രക്ഷോഭത്തിന് സാക്ഷാൽ ഗാന്ധി അടക്കം എതിരായിരുന്നു നമ്മൾ അറിയണം. വൈക്കത്ത് 24-25 കാലത്ത് വൈക്കം സന്ദർശിച്ച് ഈ പറയുന്ന ക്ഷേത്രപ്രവേശനത്തിന് നേതൃത്വം കൊടുത്ത ഗാന്ധി സ്വന്തം നാട്ടിൽ മഹാരാഷ്ട്രയിൽ നടന്ന
ക്ഷേത്രപ്രവേശന സമരത്തിന് എതിരായിട്ടാണ് രംഗത്ത് വന്നത്. കോൺഗ്രസ് അതിനെ പിന്തുണച്ചില്ല. ദീർഘകാലം സമരം ചെയ്തിട്ട് യാതൊരു വിശേഷവും ഇല്ലാതെ വന്നപ്പോൾ ഡോക്ടർ BR അംബേദ്കർ സ്വന്തം സഹോദരങ്ങളെ വിളിച്ചുകൂട്ടി ഒരു പ്രഖ്യാപനം നടത്തി. നിങ്ങളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ തുളസിമാലയുണ്ടല്ലോ, അതൊരിക്കലും നിങ്ങളുടെ കടങ്ങളെ റദ്ദ് ചെയ്യില്ല. നിങ്ങൾ ഇങ്ങനെ നമ്മുടെ ഇവിടെ ശബരിമലയിൽ പോകുന്ന പോലെ വ്രതമൊക്കെ എടുത്ത് വളരെ വലിയ ക്ഷേത്രങ്ങളിലേക്ക് നിങ്ങൾ തീർത്ഥാടനങ്ങൾ പോയാലും നിങ്ങളുടെ ഭൂവുടമ നിങ്ങൾക്ക് മാന്യമായ പങ്ക് തരുന്നില്ല. അതുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ രാഷ്ട്രീയ അധികാരമാണ്. രാഷ്ട്രീയ അധികാരത്തിന് വേണ്ടിയാണ് നാം പൊരുതേണ്ടതെന്ന് അംബേദ്കർ ഈ പറഞ്ഞ ക്ഷേത്രപ്രവേശന സമരത്തിന് തകർച്ചയിൽ നിന്നുകൊണ്ടാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ കോൺഗ്രസ് പുരോഗമനകരമായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിനെ ദീർഘകാലമായൊരു ചരിത്രത്തിനകത്ത് ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുന്ന ഒരു തത്വശാസ്ത്രം നമ്മുടെ കയ്യിലുണ്ട് എന്നൊരു തെറ്റിദ്ധാരണ ഏറ്റവും കുറഞ്ഞ വർഷം 60 കൊല്ലമെങ്കിലും മലയാളിക്കുണ്ടായിരുന്നു. ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ മാർക്സിസത്തിന് കഴിയുമെന്നുള്ള ഒരു തെറ്റിദ്ധാരണയിലാണ് മലയാളി യഥാർത്ഥത്തിൽ ജീവിച്ചത്. അങ്ങനെ ജീവിച്ചു വരവേ ഈ പറയുന്ന കീഴ്ത്തട്ട് ദലിതരും ആദിവാസികളും അതോടൊപ്പം തന്നെയുള്ള ബാക്കിയുള്ള പിന്നോക്ക വിഭാഗങ്ങളും എല്ലാം തന്നെ ഈ ഒരു സോഷ്യൽ മൂവ്മെന്റിന്റെ ഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ഇതാ വിപ്ലവം വരാൻ പോകുന്നു, ഇതാ ഭൂമി വിതരണം ചെയ്യാൻ പോകുന്നു, ഇതാ സാമൂഹ്യ സമത്വം കൈവരാൻ പോകുന്നു എന്ന വലിയൊരു തോന്നലിൽ ജനങ്ങളിങ്ങനെ ജീവിച്ചപ്പോൾ ഡോക്ടർ അംബേദ്കറെ പോലെ മറ്റൊരാളെ കേരളത്തിന് ആവശ്യമില്ലായിരുന്നു എന്നതാണ് ഡോക്ടർ അംബേദ്കർ കേരളത്തിലേക്ക് താമസിച്ച് വരാനുള്ള ഒരു കാരണം. മാത്രവുമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ, കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമെല്ലാം ഡോക്ടർ BR അംബേദ്കറെ മനസ്സിലാക്കിയിരുന്നത് ബ്രിട്ടീഷുകാരുടെ ഒരു ചാരൻ എന്ന നിലക്കാണ്. അവരെ നമ്മൾ വെറുതെ അങ്ങനെ കുറ്റം ജാതി വിരോധം കൊണ്ടല്ല അവരങ്ങനെ പറയുന്നത്. അതിന് ഇന്ത്യക്ക് കൃത്യമായൊരു ചരിത്രമുണ്ട്. അത് ഇന്ത്യയുടെ ഈ പറയുന്ന സ്വതന്ത്ര ഇന്ത്യ രൂപം കൊണ്ടതിൻ്റെ ചരിത്രപരമായ പരിശ്രമങ്ങളുടെ ധാരകൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ, സാധാരണ നമ്മൾ പാഠപുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നത് പോലെ, നമ്മളിങ്ങനെ പൊതുവിലുള്ള പ്രബലമായ ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നത് പോലെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു ബ്രിട്ടീഷ് വിരുദ്ധ സമരമായിരുന്നില്ല ആധുനിക ഇന്ത്യയെ സൃഷ്ടിച്ചത്. അതൊരു ഭാഗം മാത്രമായിരുന്നു. എന്നാൽ 1800കളുടെ ആദിമ ദശകങ്ങൾ മുതൽ ജ്യോതിബ ഫൂലെ പോലെയുള്ള മഹാന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ നേതൃത്വത്തിൽ നടന്ന ആഭ്യന്തര ജനാധിപത്യത്തിനോ സമൂഹത്തിനകത്തെ വ്യത്യസ്തമായ വ്യക്തികളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിലെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള, ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ദീർഘമായ പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ സംബന്ധിച്ച പ്രാഥമികമായ ധാരണകൾ ഇന്ത്യക്ക് നൽകിയത് എന്നത് ചരിത്രമാണ്. ഇന്ന് ഏറെക്കുറെ ഞാൻ ഈ പറയുന്ന വാദഗതി, അതായത് സമാന്തരമായി നടന്ന ആഭ്യന്തര ജനാധിപത്യത്തിന് വേണ്ടി നടന്ന ജ്യോതിബ ഫൂലെയിൽ ആരംഭിച്ച ശ്രീനാരായണ ഗുരുവിലോ അയ്യൻകാളിയിലോ പൊയ്കയിലെപ്പച്ചനിലോ കൃഷ്ണാദി ആശാനിലോ നമുക്ക് കാണാൻ കഴിയുന്ന, ദ്രാവിഡ പ്രസ്ഥാനത്തിൽ ഏറെക്കുറെ കാണാൻ കഴിയുന്ന ആ ഒരു സമാന്തരമായ ധാരയാണ് ഡോക്ടർ BR അംബേദ്കറുടെ പുഷ്കലമാവുകയും ഒരു രാഷ്ട്രീയ തത്വചിന്തയായി ഇന്ത്യയെ ബാധിക്കുകയും ചെയ്തത് എന്ന വാദഗതി ഇന്ന് പൊതുവിൽ സ്വീകാര്യമായിട്ടുണ്ട്. പക്ഷേ ഒരു 30 കൊല്ലം മുമ്പ് അല്ലെ 20 കൊല്ലം മുമ്പ് നമ്മൾ പറയുമ്പോൾ നമ്മളെന്തോ ജാതിവാദികളാണെന്നുള്ളൊരു പൊതു നിഗമനത്തിലാണ് കേൾവിക്കാർ എത്തിക്കൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇങ്ങനെ ഒരു തത്വശാസ്ത്രത്തിൻ്റെ പിൻബലത്തിൽ ലോകത്തെ മുഴുവൻ മനസ്സിലാക്കുവാനും ലോകത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിക്കാൻ, അതിനും മാർക്സിസ്റ്റുകളെ നമ്മൾ അവരുടെ ജാതി ബോധം കൊണ്ടൊന്നുമല്ല, മാർക്സിസം അങ്ങനെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. മാർക്സിനെ കുറിച്ചിട്ട് എംഗൽസ് പറഞ്ഞൊരു വാക്യം, എന്താണോ ഡാർവിൻ ജീവശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചത്, എന്താണോ ന്യൂട്ടൺ ഭൗതിക ശാസ്ത്രത്തിൽ കണ്ടുപിടിച്ചത്, അതാണ് ചരിത്ര നിയമങ്ങളുടെ കാര്യത്തിൽ മാർക്സ് കണ്ടുപിടിച്ചിരിക്കുന്നത് എന്ന വാദമാണ് എംഗൽസ് യഥാർത്ഥത്തിൽ ഉന്നയിച്ചത്. നമുക്കറിയാം ഡാർവിൻ എന്താണ് കണ്ടുപിടിച്ചത്. ജീവി വർഗങ്ങളുടെ ഉത്ഭവത്തെയും വളർച്ചയെയും സംബന്ധിച്ച കൃത്യമായൊരു നിയമം ലോകത്തിന് പ്രദാനം ചെയ്തതായിരുന്നു ചാൾസ് ഡാർവിൻ്റെ സംഭാവന എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ന്യൂട്ടൺ ചലന നിയമങ്ങളുടെ സൃഷ്ടാവാണ്. ചലന നിയമങ്ങൾ 3 ചലന നിയമങ്ങളാണ് പ്രധാനമായും ന്യൂട്ടൺ മുന്നോട്ട് വെച്ചത്. ഈ 3 ചലന നിയമങ്ങൾ മുന്നോട്ട് വെച്ചതിന് ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യം, ഈ ചലന നിയമങ്ങൾ അറിയാമെങ്കിൽ ഈ ഭൂമിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് നമുക്ക് പ്രവചിക്കാൻ കഴിയും. ഇനി എന്താണ് ഈ ഭൗതിക ലോകത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നത് എനിക്ക് ഈ ചലന നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതൊരാൾക്കും പ്രവചിക്കാൻ കഴിയുമെന്നുള്ള വളരെ ഡിറ്റർമിനിസ്റ്റിക് എന്ന് വിളിക്കാവുന്ന
നിർണയനപരമായൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്, ന്യൂട്ടൺ മുന്നോട്ട് വെച്ചു. ഇതേ സമയത്ത് തന്നെ മാർക്സ് ചരിത്രത്തിൻ്റെ നിയമങ്ങൾ കണ്ടുപിടിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യം ചരിത്രം തുടങ്ങുമ്പോൾ അവിടെ പ്രാകൃത കമ്മ്യൂണിസവും, അവിടെ നിന്നും പിന്നെ അടിമത്തവും, പിന്നെ ഫ്യൂഡലിസവും, പിന്നെ മുതലാളിത്തവും, പിന്നെ സോഷ്യലിസവും, ഏറ്റവും അവസാനം കമ്മ്യൂണിസവും എന്ന് പറയാവുന്ന വിധത്തിലുള്ള ഒരാളുടെ വാക്കുകൾ മറ്റൊരാൾക്ക് സംഗീതമാകുന്ന ഒരു വളരെ വിശാലമായ ഒരു ലോകം ഏറ്റവും അന്തിമമായി നമ്മളെ കാത്തിരിക്കുന്നു, ജനാവലിയെ, ജീവിവർഗത്തെ, മനുഷ്യവർഗത്തെ കാത്തിരിക്കുന്നു എന്ന ഒരു വളരെ ഭാവനാപരമായൊരു സിദ്ധാന്തമാണ് മാർക്സ് നമ്മുടെ മുന്നിൽ വെച്ചത്. അതുകൊണ്ട് നമ്മളൊക്കെ ഈ കേരളീയ സമൂഹം അല്ലെ ഇന്ത്യയിലെ സമൂഹം ഇത്തരം ചരിത്ര ഘട്ടത്തിലൂടെ നിർബന്ധമായും കടന്നു പോകാൻ ബാധ്യസ്ഥമാണെന്നും സോഷ്യലിസം എന്ന കാര്യം ചരിത്രപരമായൊരു നിയമമാണെന്നും അത് മനുഷ്യവർഗത്തിന് ഉപേക്ഷിക്കാൻ കഴിയില്ലെന്നും ചരിത്രം നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് സോഷ്യലിസത്തിലേക്കാണെന്നും സിദ്ധാന്തപരമായി പറഞ്ഞൊരു കാര്യമായിരുന്നു മാർക്സിസം. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലുണ്ടായ വളരെ രസകരമായൊരു അനുഭവം, കേരളത്തിൽ 70കളുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ 60കളുടെ അവസാനമോ കേരളത്തിലെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടുന്ന ഒരു ഘട്ടത്തിൽ, അതിൻ്റെ ഒരു പ്രൈമറി ഘട്ടത്തിൽ നമ്മൾ മലയാളി അറിഞ്ഞിരിക്കേണ്ട ഒരു കഥയാണത്. EMS VJT ഹാളിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ, ഒരു 22 വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിന്ന് EMSനോടൊരു ചോദ്യം ചോദിച്ചു. റഷ്യയിലൊക്കെ സോഷ്യൽ ഫാസിസം എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് ഘടന രൂപപ്പെട്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ ഈ പറഞ്ഞ സോഷ്യലിസവും കമ്മ്യൂണിസവും ഒന്നും ഇല്ല. ആ സോഷ്യലിസം മുതലാളിത്തത്തിലേക്ക് പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചരിത്രഘട്ടത്തെക്കുറിച്ച് സഖാവിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ EMS വളരെ നിഷ്കളങ്കമായി പറഞ്ഞൊരു ഉത്തരം, മനുഷ്യനൊരിക്കലും കുരങ്ങിലേക്ക് തിരിച്ചു പോകില്ല, അതുകൊണ്ട് സോഷ്യലിസ്റ്റായ ഒരു രാഷ്ട്രം ഒരിക്കലും മുതലാളിത്തത്തിലേക്ക് തിരിച്ചു പോകില്ല എന്ന ഒരു തത്വശാസ്ത്ര പ്രസ്താവന ഇറക്കിയ ആളാണ് മഹാനായ EMS എന്ന് പറഞ്ഞു. ആ ചോദ്യം ചോദിച്ചത് പിൽക്കാലത്ത് കേരളത്തിലെ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ ഒരു റെപ്രസെൻറ്റേഷൻ ആയിരുന്ന K. വേണുവായിരുന്നു. അദ്ദേഹം അവിടെ ഗവേഷകനായിരുന്ന കാലത്താണ് ഈ ചോദ്യം ചോദിക്കുന്നത്. EMSന്റെ വിഡ്ഢിതപൂർണമായ ഒരു ഉത്തരം അദ്ദേഹം സമ്മാനിക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ കുറേയേറെ വിഡ്ഢിതങ്ങളിലും കുറേയേറെ ഭാവനകളിലും ഒക്കെ ജീവിച്ച ഒരു സമൂഹമായിരുന്നു കേരളം എന്ന് പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പരിമിതി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ജനസമൂഹങ്ങളെയും വർഗങ്ങളായി തിരിച്ചു കാണുകയും വർഗങ്ങളായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ അവരുടെ ബാക്കിയുള്ള വർഗങ്ങൾക്ക് സാമ്പത്തിക ജീവിതത്തിന് വെളിയിലുള്ള അവരുടെ സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ പരിപൂർണമായും മറവിയിൽ നിർത്തുന്ന ഒരു തത്വശാസ്ത്ര ബോധമാണ് യഥാർത്ഥത്തിൽ മാർക്സിസം നമുക്ക് സംഭാവന ചെയ്തത്. മാർക്സിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ആദിവാസികൾ എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾ മാത്രമായിരുന്നു. ആദിവാസികൾ എന്ന് പറയുന്നത് ഈ പൊതുസമൂഹത്തിന് വെളിയിൽ സ്വന്തമായ സംസ്കാരവും ചരിത്രവും ജീവിത രീതിയും സ്വന്തമായ ധാർമ്മിക ബോധവുമുള്ള ഒരു ജനതയാണെന്നും അത് ഈ കേരളം പോലൊരു സ്ഥലത്തെ ഏറ്റവും പ്രാചീനമായ ഒരു ജനവിഭാഗമാണെന്നും അവർക്ക് പ്രത്യേകമായ അവകാശങ്ങൾക്കും ജീവിക്കാനുള്ള പ്രത്യേകമായ പരിസരത്തിനും പരിതസ്ഥിതിക്കും അവർക്ക് അവകാശമുണ്ട് എന്നുള്ള മനുഷ്യബോധത്തെ മാറ്റിക്കളയുകയും അവരെല്ലാം കർഷക തൊഴിലാളികളാണ്. KSKTUവിൽ സംഘടിച്ചോളാൻ പറഞ്ഞ വിചിത്രമായ യുക്തിയിലാണ് 50 കൊല്ലം കേരളം ജീവിച്ചത് നമ്മൾ അറിയണം. എന്ന് പറയുന്നത് കുട്ടനാട്ടിലെ പുലയൻ പറയൻ പോലുള്ള കർഷക തൊഴിലാളികൾ അതിഭീകരമായിട്ടുള്ള ജാതീയ വിവേചനങ്ങളും അതിക്രമങ്ങൾക്കും വിധേയമായിട്ടുള്ള ഈ ജനവിഭാഗത്തെ പാവപ്പെട്ട കർഷക തൊഴിലാളിയായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിലയിരുത്തിയത്. അതുകൊണ്ട് അവരുടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കൂലി കൂടുതലിൻ്റെ മാത്രം പ്രശ്നമായി ചുരുങ്ങുകയും ഒരു പുലയൻ എന്ന നിലയിലോ ഒരു പറയൻ എന്ന നിലയിലോ ഒരു ഉള്ളാടൻ എന്ന നിലയിലോ അവൻ നേരിടുന്ന സാമൂഹികമായ പ്രതിസന്ധികൾ അവന് സ്വയം പറയാൻ പോലും കഴിയാത്ത സാമൂഹികമായ ഒരു അടയൽ അവൻ്റെ മുന്നിൽ അവന് പറയാൻ പറ്റുന്നില്ല. അത് പറഞ്ഞാൽ വർഗവഞ്ചകനായി അവൻ മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു യുക്തി. ഞാൻ പുലയനാണെന്ന് പറഞ്ഞാൽ അവൻ വർഗവഞ്ചകനായി പെട്ടെന്ന് മാറും. അതുകൊണ്ട് ഇവൻ മിണ്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായി 60 കൊല്ലം ഈ ജനത ജാതീയമായി അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറയുവാനൊരു സ്പേസ് ഇല്ലാത്ത സ്ഥലമായിരുന്നു കേരളമെന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. അത്തരമൊരു സ്ഥലത്തേക്ക് ഡോക്ടർ BR അംബേദ്കറെ പോലെ ഒരാൾ കടന്നു വരിക തികച്ചും അസാധ്യമായൊരു കാര്യമാണ്. അംബേദ്കർ ആണെങ്കിൽ എപ്പോഴും ജാതിയെക്കുറിച്ചും അതിൻ്റെ വിവിധ രീതിയിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും ഘടനയെക്കുറിച്ചും പേർത്തും ഇന്ത്യയെ ആധുനിക ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓർമ്മിപ്പിച്ച ഒരാളാണ്. അംബേദ്കറെ കുറിച്ച് ഒരു പത്രപ്രവർത്തകൻ അംബേദ്കറോട് ചോദിച്ചു, ഈ ലോകത്ത് ദാരിദ്ര്യമല്ലേ വലിയ പ്രശ്നം, നിങ്ങളെപ്പോഴും ഈ ജാതിയെക്കുറിച്ച് പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു. അംബേദ്കർ പറഞ്ഞൊരു കാര്യം, റോമിൽ, അതായത് മൂന്നാം വട്ടമേശ സമ്മേളന ശേഷം അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിക്കുമ്പോൾ റോമിൽ വന്നിറങ്ങുമ്പോഴാണ് ഈ പത്രപ്രവർത്തകൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത്.
ദാരിദ്ര്യമല്ലേ പ്രശ്നം, അതുകൊണ്ട് നിങ്ങൾ ഈ ജാതിയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അതെ അംബേദ്കർ പറഞ്ഞൊരു ഉത്തരം അതെ ദാരിദ്ര്യം തന്നെയാണ് പ്രശ്നം. പക്ഷേ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയാൻ ലോകത്ത് ഒത്തിരി ആൾക്കാരുണ്ട്, ജാതിയെക്കുറിച്ച് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ഇതാണ് അതിൻ്റെ ഉത്തരം. എ റേഷണൽ ആൻസർ, യുക്തിഭദ്രമായൊരു ആൻസറായി പറയുന്നു. എന്ന് പറയുന്നത് ഇത്തരം ഒരു മനുഷ്യനെ താങ്ങാനുള്ളൊരു ശേഷി കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ചിന്താ പദ്ധതികൾക്കില്ലായിരുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അംബേദ്കറെ പോലൊരു ചിന്തകനെ താങ്ങാനുള്ളൊരു ശേഷി, അദ്ദേഹത്തെ താത്വികമായി കൺഫ്രണ്ട് ചെയ്യാനുള്ള ശേഷി കേരളത്തിലെ ഇന്റലിജൻഷ്യയ്ക്ക് ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ രൂപപ്പെട്ടു വന്ന സാമൂഹിക രാഷ്ട്രീയ വീക്ഷണങ്ങൾ, ഭാവനകൾ, സാഹിത്യ ഭാവനകൾ ഒക്കെയാണ് നമ്മുടെ കേരളീയനെ, മലയാളിയെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട നമ്മുടെ മരിച്ചുപോയ പ്രദീപൻ പാമ്പിരിക്കുന്ന് നമ്മുടെ സഹോദരനായിരുന്നു. 48 വയസ്സ് പ്രായം ആയിരുന്നുള്ളൂ. അദ്ദേഹം വളരെ ഇൻ്റലക്ച്വലായ ഒരു എഴുത്തുകാരനായിരുന്നു. അദ്ദേഹം രണ്ടിടങ്ങഴിയെക്കുറിച്ച് പറഞ്ഞൊരു അഭിപ്രായം, തകഴിയുടെ രണ്ടിടങ്ങഴി എന്ന നോവൽ. ഞാൻ നേരത്തെ പറഞ്ഞു ഇവരെ എല്ലാവരെയും ദരിദ്രരായി കാണുന്നത് കൊണ്ട് അക്കാലത്ത് വളർന്നു വന്ന സാഹിത്യത്തിലെ പ്രബലമായ ധാരകളെല്ലാം തന്നെ ദളിതരെ ദരിദ്രരായിട്ടേ കണ്ടിട്ടുള്ളൂ. അപ്പോൾ വാഴക്കുല എന്ന് പറയുന്ന ചങ്ങമ്പുഴയുടെ കവിതയിൽ അതിനകത്തെ മലയപ്പുലയൻ എന്ന് പറഞ്ഞാൽ ദരിദ്രരായൊരു പുലയൻ മാത്രമാണ്. അയാൾ ഒരു വാഴ നടുന്നു, ആ പഴം തിന്നാൻ അവർ കൊതിക്കുന്നു, തമ്പുരാൻ വന്നത് വെട്ടിക്കൊണ്ടു പോകുന്നുള്ള, അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. കോണ്ടക്സ്റ്റ് അത്രയേ ഉള്ളൂ. ഈ പറയുന്ന തകഴിയുടെ നോവലിൽ ഇപ്പം രണ്ടടങ്ങഴിയിലെ കോരൻ്റെ ആഗ്രഹങ്ങൾ വിചിത്രമാണ്. നമ്മളൊന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ വള്ളത്തെ കയറ്റി ആലപ്പുഴയിൽ കൊണ്ടുപോയി സിനിമ കാണിക്കണം എന്നുള്ള മഹത്തായ ആഗ്രഹങ്ങൾ. അതൊരു നല്ല ആഗ്രഹം തന്നെയാണ്. പുതിയൊരു ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരാഗ്രഹം എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ കുട്ടിയെക്കുറിച്ച് അദ്ദേഹം പുലർത്തുന്ന ഒരു സങ്കല്പം, ആ കുട്ടി വളർന്ന് വലുതായി കർഷക തൊഴിലാളി യൂണിയന്റെ വലിയൊരു പ്രവർത്തകനായി മാറുന്നുള്ളതാണ് അയാളുടെ വലിയൊരു ആഗ്രഹം. ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ തകഴിയുടെ ഇത്തരം കഥാപാത്രങ്ങളൊന്നും തന്നെ സ്വന്തം മക്കളെ പള്ളിക്കൂടത്തിൽ കൊണ്ടുവന്ന് ആഗ്രഹിക്കുന്നില്ല എന്നത് വിചിത്രമായൊരു കാര്യമാണ്. തകഴിക്ക് മുൻപ് മഹാത്മാ അയ്യൻകാളി പള്ളിക്കൂടത്തിൽ പോകാൻ വേണ്ടി യുദ്ധം ചെയ്യുകയും എൻ്റെ സമുദായത്തിൽ നിന്ന് 10 BA-ക്കാരെ കിട്ടണമെന്നതാണ് എൻ്റെ മഹത്തായ ആഗ്രഹമെന്ന് പറഞ്ഞ ഒരു ചരിത്രമുള്ള തിരുവിതാംകൂറിലിരുന്ന് തകഴി ശിവശങ്കരപ്പിള്ള നോവൽ എഴുതുമ്പോൾ അയാളുടെ പുലയ കഥാപാത്രങ്ങളും പറയ കഥാപാത്രങ്ങളെല്ലാം KSKTU രക്തസാക്ഷികളാകാൻ മാത്രം ആഗ്രഹിക്കുന്നതിൽ വിചിത്രമായൊരു കാര്യമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇങ്ങനെ മലയാളി എന്ന് പറയുന്നൊരു അടഞ്ഞ വ്യവസ്ഥയായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ അംബേദ്കർ ഇങ്ങോട്ട് വളരെ പതുക്കെ, വളരെ ഭാഗികമായി, പിന്നെ പൂർണ്ണമായി ഇങ്ങനെ കടന്നു വന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും കാര്യം ഞാൻ പറഞ്ഞത് നമുക്ക് അംബേദ്കറുമായിട്ടുള്ള ആത്മബന്ധം എന്ത് എന്ന് ഏറ്റവും കുറഞ്ഞ പക്ഷം ദലിത് പ്രവർത്തകരെങ്കിലും ആത്മാർത്ഥമായി പരിശോധിക്കേണ്ട ഒരു സന്ദർഭമായി നാം അതിനെ കാണേണ്ടതുള്ളൂ. വ്യക്തികളെന്ന നിലയിൽ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജന്മദിനം വ്യാപകമായി ആഘോഷിക്കപ്പെടുന്നു. അത് മോശം കാര്യവുമല്ല, തീർച്ചയായിട്ടും അത് ആഘോഷിക്കേണ്ടതാണ്. ഞാൻ ഈ ഒരു ഡിഫറൻസ്, ഈ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിൽ, കേരളത്തിന് വെളിയിലുള്ള സ്ഥലങ്ങളിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അവരുടെ ഒരു ഉശിരും ഉയിരുമാണെന്ന് പറയാവുന്ന വിധം അവരുടെ ഞരമ്പുകളെ ത്രസിപ്പിക്കുന്ന, അവരുടെ ജീവിത വീക്ഷണത്തെ സ്വാധീനിക്കുന്ന, അവർക്കെപ്പോഴും അഭയമായിരിക്കുന്ന വിധം അവരുടെ ജീവിതത്തിൻ്റെയും ആത്മാവിൻ്റെയും ഭാഗമായിട്ടാണ് അവർ അംബേദ്കറെ കൊണ്ടുവരുന്നത്. പക്ഷെ മലയാളി പലപ്പോഴും, ഞാനടക്കമുള്ള ദലിത് പ്രവർത്തകരടക്കം, ഈ അംബേദ്കർ എന്ന് പറയുന്ന പ്രതിഭാസത്തോട് നമ്മൾ പുലർത്തുന്ന ബന്ധം, വ്യക്തിപരമായ ബന്ധം എന്ന് ആലോചിക്കാനും അതിനെ പുനർനിർണയിക്കാനും സംഘടന എന്ന നിലക്കല്ല ഞാൻ പറഞ്ഞു, വ്യക്തികൾ എന്ന നിലക്ക് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു പുനഃപരിശോധന നമ്മൾ നടത്തണം. ഡോക്ടർ ബി ആർ അംബേദ്കർ നമുക്ക് ആരാണ് എന്ന വ്യക്തിപരമായ ആലോചന കൂടി നമ്മൾ കൊണ്ടു നടക്കേണ്ടതുണ്ട്. സാമൂഹികമായി 100 പേര് കൂടി ആഘോഷിക്കുക എന്നതിനപ്പുറം വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എനിക്ക് ആരാണ് എന്ന ചോദ്യത്തിനൊരു ഉത്തരം നമ്മൾ ഓരോരുത്തരും തേടേണ്ടതുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തോട് നമുക്ക് യഥാർത്ഥത്തിൽ നീതി പുലർത്താൻ കഴിയും. ഞാൻ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു പ്രഭാഷണത്തിൻ്റെ ഭാഗമായി പറയുവാനാഗ്രഹിക്കുന്നത്. അതിലൊന്ന്, ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന വളരെ ഗുരുതരമായ ഭീഷണികളിലൊന്ന് അമിതാധികാര പ്രയോഗം, അമിതാധികാര പ്രവണതയുള്ള രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യയുടെ ഭരണരംഗത്തേക്ക് വരികയും അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായ സാമൂഹിക സാംസ്കാരിക അജണ്ടകൾ വളരെ ദീർഘകാലമായി നിർമ്മിച്ചെടുക്കുകയും ആ അജണ്ടകൾ ഭരണാധികാരത്തിലൂടെ സ്ഥാപിച്ചെടുക്കാനും പരിശ്രമിക്കുന്ന നിർണായകമായൊരു ഘട്ടത്തിലാണ്
നമ്മൾ ഇന്ത്യ ഇന്ന് ചെന്നെത്തി നിൽക്കുന്നു. അപ്പം അത് പൊതുവിലെല്ലാവരും ഫാസിസം, ബ്രാഹ്മണിക്കൽ എന്നൊക്കെ ഇങ്ങനെ പൊതുവിൽ പറയുന്നു. ഇക്കാര്യത്തെ അമ്പക്കറൈറ്റുകൾ എന്ന നിലക്ക് നമുക്കൊരു വീക്ഷണം ഈ കാര്യത്തോട് നമ്മൾ ഒന്ന് പുലർത്തേണ്ടത്. അതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഡോക്ടർ BR അംബേദ്കറാണ് അദ്ദേഹത്തിൻ്റെ തത്വചിന്തയുടെയും അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെയും ഭാഗമായി അദ്ദേഹമാണ് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തിയ ആധുനിക ചിന്തകരിൽ പ്രധാനിയെന്ന് ഞാൻ അടിവരയിട്ട് പറയും. ഇന്ത്യയുടെ ആത്മാവെന്ന് പറയുന്ന ഇന്ത്യ എങ്ങനെ ജീവിക്കുന്നു, ഇന്ത്യ എങ്ങനെ ചിന്തിക്കുന്നു, ഇന്ത്യ എന്തു കൊതിക്കുന്നു എന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഒരുപക്ഷെ ഈ ഹിന്ദു ഫാസിസത്തിൻ്റെ കരാളമായ ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ യഥാർത്ഥത്തിൽ ഒരു ഉത്തരത്തിനായി നോക്കിയത് ഡോക്ടർ BR അംബേദ്കറിലേക്കാണ് എന്നത് യാദൃച്ഛികമായൊരു കാര്യമല്ല. ഡോക്ടർ BR അംബേദ്കറിൽ ഒരു ഉത്തരമുണ്ട് എന്ന് തന്നെയാണത് തെളിയിക്കുന്നത്. ആ ഉത്തരം കേവലമായ ഹിന്ദു സമൂഹത്തിൻ്റെ വിമർശനം മാത്രമല്ല, കേവലമായ ദലിത് അതിക്രമങ്ങളോടുള്ള പ്രതിരോധം മാത്രമല്ല, കേവലമായ ന്യൂനപക്ഷാവകാശത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, ഇതിനുമപ്പുറം ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള മഹത്തായൊരു പരിശ്രമം ഡോക്ടർ BR അംബേദ്കറിൽ അടങ്ങിയിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ അടിവരയിട്ട് പറയേണ്ട ഒരു സന്ദർഭമാണിത്. ഇവിടെ ഇന്ത്യയിൽ ആരെല്ലാം ജനാധിപത്യത്തെ കൊതിക്കുന്നുണ്ടോ, ഏതൊക്കെ സാമൂഹ്യ വിഭാഗങ്ങൾ ജനാധിപത്യത്തെ കൊതിക്കുന്നുണ്ടോ, അവരെല്ലാവരും ഡോക്ടർ അംബേദ്കറിലേക്ക് കൂടുതൽ വിശാലമായി നോക്കുവാനും അംബേദ്കർ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് പഠിക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട് എന്നതാണ് പ്രാഥമികമായൊരു കാര്യം. ഇതിൽ നമ്മൾ ആമുഖമായി നമ്മുടെ മനസ്സിലിരിക്കേണ്ട ഒരു കാര്യം, ഈ ഡൊണാൾഡ് ട്രംപ് അവിടെ സ്ഥാനാർത്ഥിയായി നിന്നപ്പോൾ ഇപ്പം ഈ വലതുപക്ഷ വിജയം എന്നാണ് മലയാളി എപ്പോഴും പറയുന്നത്. വലതുപക്ഷമൊന്നുമില്ലെന്നേ, സംഭവം എന്ന് പറഞ്ഞാൽ അമിതാധികാര വാസനയുള്ളവർ ജയിക്കുന്നു എന്ന് മാത്രമല്ല. ഇത് എന്ത് ഇടതുപക്ഷത്തിന് എന്താ അതില്ലേ? അങ്ങനെ വലതുപക്ഷം അവിടെയൊക്കെ വലിയ വലതുപക്ഷം, നമ്മളെന്തോ വലിയ മഹാന്മാരായ ഇടതുപക്ഷക്കാരാന്നൊക്കെ ഉള്ള മലയാളിയുടെ ഒരു തെറ്റിദ്ധാരണ. അങ്ങനെയൊന്നുമില്ല സംഭവം. വളരെ കൃത്യമായും ഫാസിസ്റ്റ് അധികാരത്തിന് പ്രവണതയുള്ള ആക്രമണോത്സുക ദേശീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന വിഭാഗങ്ങളാണ് ലോകത്തെമ്പാടും തെരഞ്ഞെടുപ്പിൽ ജയിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഇന്ത്യയിലായാലും അതാണ് നടക്കുന്നത്. അതൊരു ആഗോള പ്രതിഭാസമായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം, ഡൊണാൾഡ് ട്രംപ് അവിടെ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ ജനങ്ങൾ തെരുവിലിറങ്ങി. സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ബ്ലാക്സ് തുടങ്ങി എല്ലാ വിഭാഗങ്ങളും വലിയ പ്രകടനങ്ങളും സമ്മേളനങ്ങളും ഭയങ്കരമായ പ്രതിരോധങ്ങളുമെല്ലാം സൃഷ്ടിച്ചു. പക്ഷെ വോട്ടെണ്ണിയപ്പം ട്രംപാണ് ജയിച്ചത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, മോഡി BJPക്കെതിരെയാണ് മുഴുവൻ ആൾക്കാരും, പത്രങ്ങളും രാഷ്ട്രീയ പാർട്ടികളെല്ലാം BJPക്ക്. പക്ഷെ വോട്ടെണ്ണുമ്പോൾ BJP ജയിക്കത്തുള്ളൂ. ഇതാണ് അതിൻ്റെ നമ്മൾ നേരിടുന്ന വലിയൊരു ക്രൈസിസ് പോയിന്റാണ്. അതുകൊണ്ട് നമ്മുടെ ഈ കേവലമായ BJP വിരുദ്ധത, കേവലമായ ഹിന്ദുത്വ വിരുദ്ധത ഫ്രൂട്ട്ഫുൾ അല്ല എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അത് നമുക്ക് ഫലം തരുന്നില്ല. നമ്മളെല്ലാം BJP വിരുദ്ധരാ, നമ്മളെല്ലാം സംഘപരിവാർ വിരുദ്ധരാ. പക്ഷേ ഫലം നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ നമ്മളുടെ തന്നെ ചിന്തകളെയും ഭാവനകളെയും പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിട്ട് ഇന്ത്യയിലെ രാഷ്ട്രീയ ചിന്തകരുടെ ഏറ്റവും വലിയ ദൗർബല്യങ്ങളിലൊന്ന് അത് ഈ ഹിന്ദുത്വ ഫാസിസ്റ്റുകളുടെ വളർച്ചയെ നിർണ്ണയിക്കുന്നതിൽ, എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നിർണ്ണയിക്കുന്നതിൽ ഇത് പരിപൂർണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ ഹിന്ദുത്വ ശക്തികളെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ ടെർമിനോളജി, അവരുപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. അത് ബ്രാഹ്മണിസമാണ്, ദളിതരെ മുഴുവൻ കൂട്ടക്കൊല ചെയ്യും, മുസ്ലിങ്ങളെ മുഴുവൻ കെട്ടുകെട്ടി ഇത്യാദി ഒരു 20-30 വർഷം മുമ്പ് പറഞ്ഞ അതേ കഥകൾ മാത്രമാണ് ഇവർ ആവർത്തിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ സംഘപരിവാർ ശക്തികൾ 80കളിൽ നിന്ന് വളരെയേറെ മുന്നോട്ട് പോയി പുതിയ മെക്കാനിസം അവർ കണ്ടുപിടിച്ചു. പുതിയ രീതി ജനങ്ങളെ എങ്ങനെ പാട്ടിലാക്കാമെന്ന് അവർ കണ്ടുപിടിച്ചു. പുതിയൊരു ടെർമിനോളജി അവർ കണ്ടുപിടിച്ചു. എല്ലാ വിഭാഗം RSSന്റെ തലവൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഡൽഹിയിൽ പത്രസമ്മേളനത്തെ പ്രഖ്യാപിച്ചൊരു കാര്യം, അതായത് ഈ ദലിത് കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ്, കഴിഞ്ഞ വർഷത്തെ സ്റ്റൈപ്പൻഡ് ഇതുവരെ വിതരണം ചെയ്തിട്ടില്ല. അത് ഇന്ത്യയിൽ ഒരു മനുഷ്യനും അതൊരു പ്രശ്നമല്ല. പക്ഷെ ഞങ്ങൾക്കത് വലിയ പ്രശ്നമാണ് RSSകാരൻ പറയുന്നത്. ഞങ്ങൾക്കത് വലിയ പ്രശ്നമാണ് എന്ന് പറയുമ്പോൾ ദളിത് സംഘടനക്കാരുണ്ടായിരിക്കുമോ? ഒന്നും ഉണ്ടായിരുന്നല്ലോ. ഇതാണ് അതിൻ്റെ പ്രോബ്ലം. അങ്ങനെ കൃത്യമായി എതിരാളിയെ ട്രാപ്പ് ചെയ്യാൻ കഴിയുന്ന പുതിയൊരു മെക്കാനിസം അവർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ജാതി വ്യവസ്ഥയുടെ രാഷ്ട്രീയത്തെ ഏറ്റവും ശരിയായ, ഏറ്റവും കൺസർവേറ്റീവായ രൂപത്തിൽ ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏക സംഘടന BJP ആണെന്ന് നമ്മൾ കാണണം. അതായത് പ്രബല ജാതികൾക്കെതിരെ
ചെറിയ ജാതികളെ അണിനിരത്തിക്കൊണ്ട് വലിയ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്ന കൃത്യമായൊരു മെക്കാനിസം BJP ഇന്ത്യയിൽ വിജയകരമായി ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം മായാവതിയുടെ ജാതിക്കെതിരെ ബാക്കിയുള്ള പട്ടികജാതിക്കാരെ അണിനിരത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു യുക്തി. കേരളത്തിലേക്ക് അവർ വരുമ്പോൾ വളരെ കൃത്യമാണ്, പിന്നോക്കക്കാരെയും ദളിതരെയും ഒന്നും പിടിക്കാൻ അവർക്ക് ഒരു പദ്ധതിയില്ല. വളരെ കൃത്യമാണ് പുലയരെ പിടിക്കുക എന്നുള്ളത്. പുലയരാണ് ഈ പറയുന്ന പട്ടികക്കാരിൽ ഏറ്റവും കൂടുതലുള്ളത്, അവരെ പിടിക്കാം. പിന്നോക്കക്കാരെ അവർക്ക് വേണ്ട, അവർക്ക് ഈഴവരെ മതി, SNDP മതി, വില കൊടുത്ത് മേടിക്കാവുന്ന പ്രസ്ഥാനങ്ങളെയാണ് അവർ യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി നോക്കി വയ്ക്കുന്നത്. അങ്ങനെ എന്നിട്ട് ഈ ജനവിഭാഗത്തെ കൈക്കലാക്കിക്കൊണ്ട് വലിയൊരു ഓപ്പണിംഗ് നടത്താമെന്നാണ് അവർ വിചാരിക്കുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നാളിത് കഴിഞ്ഞ 40 വർഷമായി BJP 30 വർഷമായി ഇഷ്ടംപോലെ രക്തസാക്ഷികളെ സൃഷ്ടിച്ചുകൊണ്ട് വലിയ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് നമുക്കറിയാം, കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് വരെ 25,000 വോട്ട് തികച്ചവർക്ക് കിട്ടില്ലായിരുന്നു. പക്ഷെ കൃത്യമായ കാസ്റ്റ്, ജാതി എന്ന് പറയുന്നൊരു ഘടനയ്ക്കകത്തേക്ക് BJP പ്രവേശിക്കുകയും ചില ജാതികളെ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ അവർക്ക് വ്യാമോഹങ്ങൾ കൊടുത്തിരുന്നു എന്നത് ഇപ്പം നമുക്ക് വളരെ വ്യക്തമാണ്. വെള്ളാപ്പള്ളി നടേശനും CK ജാനും ഒക്കെ പറയുമ്പോൾ നമുക്ക് വളരെ വ്യക്തമാണ്. വാഗ്ദാനങ്ങൾ വിൽക്കപ്പെട്ടിരുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ വാഗ്ദാനങ്ങൾ കൊടുത്തു, അവരെ പാട്ടിലാക്കിയപ്പോൾ ലക്ഷങ്ങളാണ് മറിയുന്നത്. 1,00,000-ലധികം വോട്ട്, 8 സ്ഥാനാർത്ഥികൾക്ക് 1,00,000-ലധികം വോട്ടാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയെന്ന് നമ്മൾ അറിയണം. ഇതൊന്നും യുദ്ധം ചെയ്തും രക്തസാക്ഷികളുണ്ടാക്കി നേടാവുന്നതല്ല എന്ന് BJPക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അവർ ചെയ്യുന്നൊരു കാര്യം കൃത്യമായി ഈ കാസ്റ്റ് എന്ന് പറയും, കമ്മ്യൂണിറ്റിയെ, ജാതി സമുദായങ്ങളെ രാഷ്ട്രീയത്തിൽ എങ്ങനെ വിന്യസിക്കാം എന്നതിനെ സംബന്ധിച്ച് പുതിയൊരു മെക്കാനിസം അവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജാതി എന്ന് കേൾക്കുമ്പോൾ തലകറങ്ങി വീഴുന്ന മാർക്സിസ്റ്റുകാരൻ ഇവിടെ ഒന്നും ചെയ്യാനില്ല എന്നതാണ് അതിൻ്റെ കാര്യം. ഇത്തരമൊരു രാഷ്ട്രീയ കളിക്കകത്ത്, ഈ ഗെയിമിനകത്ത് ജാതി എന്ന് കേൾക്കുമ്പോൾ തന്നെ തലകറങ്ങി വീഴുമോ, എന്തോ ജാതിയോ, എനിക്ക് ജാതിയൊന്നുമില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ് നിഷ്കളങ്കനും പൈതലുമായി മാറുന്ന മാർക്സിസ്റ്റുകൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നുള്ളതല്ലേ ഈ അർത്ഥം. ഇന്ന് ഞാൻ രാവിലെ പത്രം എടുത്തിങ്ങനെ വായിക്കും, ഞാൻ ഓർത്ത് കോടിയേരി ബാലകൃഷ്ണൻ CPIക്കാർ മറുപടി പറയും, പുള്ളി BJPക്ക് മറുപടി പറയുന്നില്ല. CPIക്കാർ മാർക്സിസ്റ്റുകാർക്ക് മറുപടി പറയും, മാർക്സിസ്റ്റുകാർ ഇവർക്ക് മറുപടി പറയുക. ഇവർ BJPക്ക് എന്തുകൊണ്ട് മറുപടി പറയാത്തത്? ത്രാണിയില്ല, താത്വികമായി ത്രാണിയില്ല എന്നെനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ട് ഇവർക്ക് അത്രയൊരു അവരെ നമ്മൾ തള്ളിപ്പറയേണ്ടതൊന്നുമില്ല. അവരെല്ലാം നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവരെല്ലാം ഈ സമൂഹത്തിലെ ചില സാമൂഹിക മാറ്റങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരൊക്കെയാണ്. പക്ഷെ അവർ ചെന്ന് പെട്ടിരിക്കുന്ന കെണിയെ സംബന്ധിച്ച് നമ്മൾ അവരെ ഓർമ്മപ്പെടുത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. പ്രത്യേകിച്ച് അമ്പക്കറൈറ്റുകൾക്കാണ് ഇനി വലിയൊരു ഭാവി ആ കാര്യത്തിലുള്ളത്, താത്വികമായൊരു ഭാവി ഉള്ളത് എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഡോക്ടർ BR അംബേദ്കർ ആണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ആത്മാവിനെ, ഇന്ത്യയുടെ ഒരു സോളിനെ, ഇന്ത്യ എങ്ങനെ ജീവിക്കുന്നു, ഇന്ത്യ എങ്ങനെ പെരുമാറുന്നു, ഇന്ത്യ എന്ത് ആഗ്രഹിക്കുന്നു എന്ന കാര്യത്തിൽ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ നിന്ന് ഭിന്നമായ ഒരു ഭാവന നിർമ്മിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ നോക്കിക്കാണുകയും ചെയ്തൊരാളാണ്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അംബേദ്കറെക്കുറിച്ച് നമ്മൾ തന്നെ പുലർത്തുന്ന സങ്കല്പങ്ങളെയും നമ്മൾ വിപുലമാക്കേണ്ടതുണ്ട്. ദളിതർ തന്നെ പുലർത്തുന്ന സങ്കല്പങ്ങളെയും നമ്മൾ വിപുലമാക്കണം. തീർച്ചയായും അതിനുള്ളൊരു അവകാശം നമുക്കുണ്ട്. കാരണം അംബേദ്കർ മരിച്ചതിന് ശേഷം അംബേദ്കറിനെ രാഷ്ട്രം ആദരിക്കുന്നത് 91-ലെ അദ്ദേഹത്തിൻ്റെ 100ാം ജന്മവാർഷികത്തിലാണ്. പാർലമെൻറ്റിൽ പോലും ഒരു പടം വെക്കാനായിട്ട് ഇന്ത്യ ഗവൺമെൻറ് തയ്യാറാവുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടന എഴുതിയ ആളുടെ പടം വെക്കാൻ ഇന്ത്യക്കാർ മറന്നുപോയതാണെന്ന് നമ്മൾ വിചാരിക്കേണ്ടി വരും. ഇതുപോലെ അവഗണിക്കപ്പെട്ടിട്ടും ഡോക്ടർ BR അംബേദ്കർ ചരിത്രത്തിൻ്റെ ഓർമ്മയിൽ നിന്നത് നമ്മുടേതുപോലെ സംഘടനകളുടെ പ്രവർത്തനങ്ങളുണ്ടാകും. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള ദളിത് കോളനികളിലും ദളിത് പിന്നോക്ക പ്രദേശങ്ങളിലുമൊക്കെ ദളിത് സംഘടനകളുടെ, ദളിത് ജനതയുടെയും ആഗ്രഹങ്ങളിലും അഭിലാഷങ്ങളിലുമാണ് 60 കൊല്ലത്തോളം അംബേദ്കർ ജീവിച്ചിരുന്നത്. ഒരു സ്റ്റേറ്റിൻ്റെ ഒരു പിന്തുണയില്ല. നമുക്കറിയാം, നെഹ്റു, ഇന്ദിരാഗാന്ധി, ഇവരുടെ പേര് പോലും ഇപ്പോൾ ഏതെങ്കിലും മന്ത്രിമാർ പറഞ്ഞ വേറെ ആരും പറയാറ് പോലും, പറയേണ്ട യാതൊരു ആവശ്യമില്ല. നെഹ്റുവിൻ്റെ പേരൊന്നും ആരും പറയാൻ, നെഹ്റു ആണ് വലിയ ലോകം കണ്ട ഏറ്റവും വലിയ മഹാൻ എന്നൊക്കെ അന്ന് ഒത്തിരി പത്രങ്ങൾ എഴുതി. അതിനുശേഷം നെഹ്റുവിൻ മോഡൽ ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഇന്ത്യയുടെ വഴി. ഇപ്പോൾ ആരും ഒന്നും മിണ്ടുന്നില്ല, ആർക്കും ഒന്നും പറയാനില്ല. പക്ഷേ അംബേദ്കർ എന്ന വാക്ക് ആയിരക്കണക്കിന് പേർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു ചരിത്രഘട്ടത്തിലേക്കാണ് ഇന്ത്യ പ്രവേശിച്ചുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അതുകൊണ്ട് അംബേദ്കർ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഇന്ത്യയിലെ ദളിതരുടെ അവകാശങ്ങൾക്ക് വേണ്ടി മാത്രം പൊരുതിയ ഒരാളാണ് എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. അതായിരുന്നില്ല. അത് അംബേദ്കറിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടകളിലൊന്നായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റി, ഒരു സമുദായത്തിൻ്റെ അകത്തു നിന്നും വളർന്നു വന്ന വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തോടുള്ള നമ്മുടെ ആത്മീയമായൊരു ബന്ധത്തിന് പ്രത്യേകതയുണ്ട്. ആ കാര്യത്തിലൊന്നും എനിക്ക് തർക്കമില്ല. പക്ഷെ അതിനപ്പുറമാണ് അംബേദ്കർ ഇന്ന് ലോകത്തിൻ്റെ ഭാവനയ്ക്കകത്ത് അംബേദ്കർ നിൽക്കുന്നത് എന്ന് നമ്മൾ കാണണം.
അതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന്, അദ്ദേഹം ഇന്ത്യക്ക് സംഭാവന ചെയ്ത ഏറ്റവും മൗലികമായ ഒരാശയം ജനാധിപത്യത്തെ സംബന്ധിച്ച ഒരു വ്യത്യസ്തമായ സങ്കല്പമാണ്. ഇതിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നമ്മളറിയണം, 1919 മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് നേതൃത്വം ഏറ്റെടുത്തതിന് ശേഷം അതൊരു കാലത്ത് ഒരു ജനാധിപത്യ പ്രസ്ഥാനമായിരുന്നില്ല, ഒരു കാലത്തുമായിരുന്നില്ല. ഗാന്ധി എന്താണോ പറയുന്നത് അത് മാത്രമേ അവിടെ നടക്കുകയുള്ളൂ. ഗാന്ധി പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ഗാന്ധിയോട് ചോദിക്കാൻ ഒരു കോൺഗ്രസ്സുകാരന് നട്ടലില്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഗാന്ധി പറയുന്നു, കാര്യങ്ങൾ നടക്കുന്നു. അപ്പോൾ ഗാന്ധിയോട് ഒരിക്കൽ ചോദിച്ചു, മഹാത്മാഗാന്ധി, താങ്കൾ ഈ ദരിദ്രനായിട്ടൊക്കെ നടക്കുകയാണോ? ഈ കോൺഗ്രസിനും പണമൊക്കെ തരുന്നത് വലിയ വമ്പന്മാരായിട്ടുള്ള ദേശീയ മുതലാളികളാണ് എന്ന് പറഞ്ഞ് നേരാണോ? പുള്ളി നേരാന്ന് പറഞ്ഞു. അവരേ പൈസ തരുന്നുള്ളതാണ് ഗാന്ധി പറഞ്ഞ മറുപടി. ഞങ്ങളാദ്യം ഒരെണ്ണം വെച്ചിട്ടൊക്കെ പിരിക്കാന്നൊക്കെ വിചാരിച്ചു, അതൊന്നും നടന്നില്ല. ബിർളയൊക്കെ തന്നെയാണ് പൈസ തരുന്നത് എന്ന് ഗാന്ധി തുറന്ന് സമ്മതിക്കുന്നുണ്ട്. അപ്പം ഇദ്ദേഹം വളരെ ദരിദ്രരായൊരു മനുഷ്യനാണ്, ഒറ്റമുണ്ട കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന ഒരാളാണ്. അദ്ദേഹം ചർച്ചിലുമായിട്ട് ചർച്ചയ്ക്ക് ചെന്നപ്പോൾ അവിടെ AC റൂമിൽ കയറിയപ്പോൾ ഇതൊന്നും ഓഫാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്രേ. അതൊക്കെയാണ് വലിയ വീരകഥകൾ ഗാന്ധിയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അദ്ദേഹം തന്നെ എഴുതിയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അദ്ദേഹം ദരിദ്രനാരായണന്മാരെന്ന് വിളിച്ച ജനങ്ങളല്ല പൈസ കൊണ്ട് കൊടുത്തത്, ബിർളയോ. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സമ്പന്ന സുഹൃത്തുക്കളാണ് കാശ് കൊണ്ട് തന്നത് എന്ന് പറയാം. അതുകൊണ്ട് സരോജിനി നായിഡു പറഞ്ഞത് ശരിയായിരിക്കണം. ഈ മനുഷ്യനെ ഇത്രയും ദരിദ്രനായി കൊണ്ടു നടക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നതെന്ന് സരോജിനി നായിഡു പറഞ്ഞിട്ടുണ്ട്. അവർ ആത്മകഥയെ പറയുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ ചില വിചിത്ര ജന്മങ്ങളായിരുന്നു ഇവരൊന്നും. ഈ ഗാന്ധി അടക്കം ആരും തന്നെ ജനാധിപത്യം എന്ന തത്വത്തിൽ വിശ്വസിച്ചിരുന്നു. അതിനൊരു കാരണം, ഗാന്ധി ഉദാരവാനായൊരു മനുഷ്യനായിരുന്നു. സവർണന്റെ ഉദാരതയിലാണ് അവർണന്റെ ജീവിതം പുഷ്കലമാകേണ്ടതെന്ന സിദ്ധാന്തത്തിലേക്ക് അദ്ദേഹം വരുന്നത് തന്നെ അദ്ദേഹം സ്വയം ഒരു ഉദാരവാനായിരുന്നു എന്നതുകൊണ്ടാണ്. അയാൾക്ക് എല്ലാവരോടും സ്നേഹമാണ്, അയാൾക്ക് ആരോടും വിരോധം ഉണ്ടായിരുന്നില്ല, എല്ലാവരോടും സ്നേഹമാണ്. പക്ഷെ കാര്യം മുഴുവൻ പുള്ളിയിലൂടെ നടക്കാവൂ എന്ന ഫാസിസ്റ്റായ ഒരു എലമെന്റ് ഗാന്ധിയുടെ വാക്കുകളിലും നോക്കിലും എല്ലാം ഉണ്ട് എന്ന് നമുക്ക് ഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വായിച്ചാൽ പോലും നമുക്കത് പിടികിട്ടും. അദ്ദേഹം എന്താ പറയും, എനിക്ക് ഈ ജനങ്ങളോടൊന്നും യാതൊരു ബാധ്യതയില്ലെന്ന്, എനിക്ക് ആ കൂടി ബാധ്യത എൻ്റെ ആത്മാവിൻ്റെ വിളിയോട് മാത്രമേ ഉള്ളൂ തുറന്നു പറഞ്ഞത്. ആത്മാവ് എന്തോ പറയുന്നത് അതേ പുള്ളി ചെയ്യത്തുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ സന്യാസിയായിരുന്നു. സന്യാസി 36-ാമത്തെ വയസ്സിൽ പുള്ളി ഇഹലോക ജീവിതം എല്ലാം വെടിഞ്ഞ് ഒരു സന്യാസിയായി ഇങ്ങനെ ജീവിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ധാരണയെന്ന് പറഞ്ഞാൽ, ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെ ജനങ്ങളുടെ സമരം അക്രമാസക്തമാകുമ്പോൾ ഗാന്ധി സ്വയം വിചാരിക്കുന്നത് പുള്ളിയുടെ ബ്രഹ്മചര്യ വ്രതത്തിന് എന്തോ തെറ്റുപറ്റിയതുകൊണ്ടാണ് ജനങ്ങൾ വയലന്റ് ആയെന്നാണ്. ഇതുപോലെ ഭീകരമായ വസ്തുതയുമായി യാതൊരു ബന്ധവുമില്ലാത്ത ലോകങ്ങളിലൂടെയൊക്കെ കടന്നുപോയ ഒരാളാണ് ഗാന്ധി. ഗാന്ധി ഒരു മോശം ആളാണെന്ന് ഞാൻ പറയുന്നില്ല, ഗാന്ധി വ്യത്യസ്തനായ ഒരാളാണെന്ന് നമ്മൾ കാണണം. അതുകൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്ന തത്വത്തെ ചർച്ച ചെയ്യുമ്പോൾ ഗാന്ധി ഒരു റെഫറൻസ് പോയിന്റ് അല്ല ഇന്ത്യയെ സംബന്ധിച്ച്. എന്തുകൊണ്ടെന്നാൽ ഗാന്ധി ജനാധിപത്യത്തിൽ വിശ്വസിച്ചിരുന്നേയില്ല. അദ്ദേഹം എപ്പോഴും ഉദാരതയിലാണ് വിശ്വസിച്ചിരുന്നത്, മറ്റുള്ളവരെ സഹായിക്കുക, സ്നേഹിക്കുക. അതുകൊണ്ടാണ് ഈ ഹരിജൻ സേവാ സംഘം ഉണ്ടാക്കുമ്പോൾ 1933 അദ്ദേഹം ഹരിജൻ സേവാ സംഘം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കേന്ദ്ര കമ്മിറ്റിയിൽ ഒരൊറ്റ ദളിതൻ പോലും ഉണ്ടായിരുന്നില്ല. അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം, ഈ അയിത്ത നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ദളിതന്റെ ജോലിയല്ല, അത് സവർണന്റെ മനസ്സ് മാറി ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് സവർണൻ ചെയ്യേണ്ട പ്രായച്ചിത്തമാണ് അയിത്തവിരുദ്ധ സമരം. അതുകൊണ്ട് സവർണൻ മാത്രം നേതൃത്വത്തിൽ മതി എന്ന് പറഞ്ഞ ആളാണ് ഗാന്ധി. അപ്പം ഗാന്ധിക്ക് അങ്ങനെ വിചിത്രമായ അനേക യുക്തികളുണ്ടായിരുന്നു. ഇപ്പം സെൻട്രൽ പ്രോവിൻസിൽ ഒരു പട്ടികാധികാരനെ പ്രധാനമന്ത്രിയാക്കാൻ തീരുമാനിച്ചു കോൺഗ്രസ് ജയിച്ചപ്പോൾ 38-ലെ തെരഞ്ഞെടുപ്പിലാണ്. അപ്പോൾ ഒരു പ്രൊവിൻസിൽ പ്രധാനമന്ത്രിയായിട്ട് ഖരെ എന്ന് പറഞ്ഞ ഒരാളെ തീരുമാനിച്ചു. അപ്പോൾ ഗാന്ധി പറയേ പറ്റത്തില്ല, പട്ടികക്കാരൊന്നും പ്രധാനമന്ത്രിയാക്കാൻ പറ്റത്തില്ല എന്നത്. അതെന്താണ് അങ്ങനെ? താങ്കൾക്ക് പട്ടികക്കാരോട് വലിയ സ്നേഹമില്ല, പിന്നെ ഇദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കുന്നതിന് താങ്കൾ എതിരാകും. അപ്പോൾ ഗാന്ധി പറഞ്ഞൊരു കാര്യം, അതേ പട്ടികക്കാർ പൊതുവിൽ അധികാരത്തിലേക്കൊക്കെ വരാതെ, അധികാരത്തിന് ദുഷിപ്പില്ലാത്ത ശുദ്ധരായ മനുഷ്യരാണ്, അവരെ പിടിച്ച് നിങ്ങൾ പ്രധാനമന്ത്രിയാക്കരുത്, നശിപ്പിക്കരുതെന്നാണ്. ഇതാണ് പറയുന്ന കാര്യം. ഇങ്ങനെ പലരും ദലിതരെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് സ്നേഹം കൊണ്ടും കാരുണ്യം കൊണ്ടും പ്രതിരോധിക്കാമെന്ന് ഇന്ത്യ നമുക്ക് പാഠങ്ങൾ നൽകുന്നുണ്ട്. എതിർപ്പ് കൊണ്ട് മാത്രമല്ല, കാരുണ്യം കൊണ്ട്, സ്നേഹം കൊണ്ട്, ഉദാരത കൊണ്ടൊക്കെ നമ്മുടെ വളർച്ചയെ തടയുന്ന പല മെക്കാനിസമാണ് ഇന്ത്യക്കകത്ത് പ്രവർത്തിക്കുന്നത്. അപ്പം ഗാന്ധി ഒരിക്കലും ഈ പറഞ്ഞ ജനാധിപത്യം എന്ന തത്വത്തിൽ വിശ്വസിച്ചിരുന്നില്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വിശ്വസിച്ചിരുന്നില്ല, അതിപ്പോഴും വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം പ്രിയങ്ക ഗാന്ധി എന്ന് പറഞ്ഞൊരു ഒരു ലേഡിയുണ്ട്, അവരെ കൂടി നശിപ്പിക്കുക എന്നുള്ളതാണ് ഈ കോൺഗ്രസ്സുകാരുടെ ലക്ഷ്യം. കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറയുകയാണ്, ഈ നേതൃത്വം ഏറ്റെടുത്തിട്ട് വലിയ കുഴപ്പം. എന്ത് ഈ ആന്റണിയൊക്കെ 70-70 വയസ്സിൽ അവിടെ പോയി കിടക്കുക, വർഷങ്ങളായി ഡൽഹി അയാൾക്ക് എടുക്കത്തില്ല നേതൃത്വം ഏറ്റെടുത്ത്.
പുള്ളിയും വന്ന് ഈ 28 വയസ്സുള്ള അല്ലെ 32 വയസ്സുള്ള ഈ പെങ്കൊച്ച് ഏറ്റെടുക്കണം പറഞ്ഞ് പുറകെ നടക്കാം. ഇത് കോൺഗ്രസിൻ്റെ ഒരു ഘടനയാണ്, ആഭ്യന്തരമായൊരു ഘടനയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, അങ്ങനെ ജനാധിപത്യത്തോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റോ ജനാധിപത്യം എന്ന തത്വത്തോടുള്ള സ്നേഹമോ ഒന്നും നമുക്ക് കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് ഡോക്ടർ BR അംബേദ്കർ 1919, ഞാനത് പറയുന്നൊരു കാര്യം, 1919 സൗത്ത് ബോറോ കമ്മീഷൻ വരുന്നുണ്ടിരിക്കും. സൗത്ത് ബോറോ കമ്മീഷൻ വന്നത് ഈ പറയുന്ന നമ്മളുടെ ഈ പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ചൊരു ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കമ്മീഷൻ മുമ്പാകെ അംബേദ്കർ തെളിവ് കൊടുക്കുന്നു. ആ തെളിവിലെ ആമുഖത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലിറ്ററേച്ചറിൽ, അംബേദ്കറിൻ്റെ എഴുത്തുകളിൽ ജനാധിപത്യത്തെക്കുറിച്ച് സീരിയസ് ആയി അദ്ദേഹം ആദ്യമായി എഴുതുന്നത് അവിടെയാണ്. 1919 ഓർക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു ജനാധിപത്യ ജനാധിപത്യം എന്ന് പറയുന്നത് സമ്പുഷ്ടമാകണമെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന വ്യത്യസ്തമായ ആശയങ്ങളുടെ റെപ്രസെൻറ്റേഷൻ നിർബന്ധമായും വേണം. ഇപ്പം നമ്മൾ ഈ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുക്കുന്നത്, ആ പാർട്ടികൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. ചിലർ കോൺഗ്രസ്സുകാരെ തിരഞ്ഞെടുക്കുന്നു, ചിലർ കമ്മ്യൂണിസ്റ്റുകാരെ തിരഞ്ഞെടുക്കുന്നു. അത് കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസ്സുകാർക്കും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട് എന്നതുകൊണ്ടാണ്. ഇനി വ്യത്യസ്തമായ അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ വേണം, പക്ഷേ അത് ജനാധിപത്യത്തിൻ്റെ 50% മാത്രമേ ആകുന്നുള്ളൂ. നമ്മുടേതുപോലെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ജീവിക്കുന്ന ഇന്ത്യ പോലൊരു സ്ഥലത്ത് ജാതി, മതം, വർണ്ണം, ഭാഷ, ലിംഗപദവി തുടങ്ങി വ്യത്യസ്തമായ ജനവിഭാഗങ്ങൾ താമസിക്കുന്ന ഇന്ത്യ പോലൊരു സ്ഥലത്ത് ഈ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളുടെ പ്രതിനിധികൾ കൂടി അധികാര സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രമേ ജനാധിപത്യം 100% ആകുന്നുള്ളൂ എന്ന് 1919 അംബേദ്കർ പറയുന്നു. അതായത് നമ്മളെയൊക്കെ, ദളിതരെയൊക്കെ ഞങ്ങളങ്ങ് റെപ്രസെൻ്റ് ചെയ്തോളാമെന്ന് മറ്റാരെങ്കിലും പറഞ്ഞാൽ നിങ്ങളത് വകവെച്ച് കൊടുക്കേണ്ടതില്ലെന്നും, ഞങ്ങൾക്ക് ഞങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവിനെ പാർലമെൻറ്റിലേക്ക് അയക്കാൻ അവകാശമുണ്ട് എന്ന കാര്യം ജനാധിപത്യത്തിൻ്റെ ഒരു തത്വമാണ് എന്ന് 1919 അംബേദ്കർ പറയുന്നു. ഇത് സൂചിപ്പിക്കുന്നത്, അന്ന് ഇത് ഞാൻ പറയുമ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പ്രസംഗങ്ങളിലും ചർച്ചകളിലും ആൾക്കാരെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ഇങ്ങനെ തത്വചിന്തയുടെ ചരിത്രമൊക്കെ ആൾക്കാരിങ്ങനെ പറയും. അല്ലെ സാഹിത്യത്തെക്കുറിച്ച്, ഇപ്പോൾ കേരളത്തിൽ പ്രമാണിയായ സാഹിത്യകാരനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിലെ വലിയ സാഹിത്യ തത്വശാസ്ത്രത്തെക്കുറിച്ചും സാഹിത്യ ചരിത്രത്തെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് അയാളിലേക്ക് ഇങ്ങനെ വരിക. പക്ഷേ അംബേദ്കറെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോൾ ഒരിക്കലും അങ്ങനെ ലോകത്തിൻ്റെ ഏതെങ്കിലും തത്വചിന്താ ചരിത്രത്തിലാണോ ഈ മനുഷ്യൻ നിൽക്കുന്നതെന്നാരും പറയാറില്ല. അദ്ദേഹം എന്തോ കഷ്ടപ്പെട്ട് വന്നതുകൊണ്ടുള്ള എന്തോ ഔദാര്യം പോലെ അദ്ദേഹത്തെക്കുറിച്ച് ആൾക്കാർ സംസാരിക്കും. ഇത് കഷ്ടപ്പാടിൻ്റെ പ്രശ്നമൊന്നുമല്ല. അംബേദ്കർ, നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ജനാധിപത്യത്തെ സംബന്ധിച്ച് ഏറ്റവും നവീനമായൊരു തത്വം ലോകത്തിന് സംഭാവന ചെയ്യുകയായിരുന്നു 1919. യൂറോപ്പാണ് ജനാധിപത്യത്തിൻ്റെ ഉദയം സംഭവിച്ച പ്രദേശം. അവിടെ നമ്മൾ അറിയേണ്ട അംബേദ്കറൈറ്റുകൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പാഠം, ഈ പറഞ്ഞ 50% മാത്രമേ, അതായത് അഭിപ്രായങ്ങളുടെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്ന 50% മാത്രമേ യൂറോപ്പിന് അറിയാമായിരുന്നുള്ളൂ. ബാക്കി 50% വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് റെപ്രസെൻ്റ് ചെയ്യപ്പെടാൻ അവകാശമുണ്ട് എന്നത് ജനാധിപത്യത്തിൻ്റെ 50%മാണെന്നുള്ള അഭിപ്രായം യൂറോപ്പിന് തികച്ചും അജ്ഞാതമായ കാലത്താണ് അംബേദ്കർ അത് പറഞ്ഞത് എന്നതാണ് അംബേദ്കറിൻ്റെ പ്രാധാന്യം. യൂറോപ്പിൻ്റെ തത്വചിന്താ ചരിത്രത്തിൽ പ്ലേറ്റോയുടെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ജനാധിപത്യമെന്ന തത്വത്തെ പ്ലേറ്റോ അംഗീകരിച്ചിരുന്നില്ല. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ജനങ്ങളെന്ന് പറഞ്ഞ ഒരു വെളിവില്ലാത്ത മനുഷ്യന്മാരാണ്, അവർക്ക് കാര്യങ്ങൾ വേർതിരിച്ചറിയാനുള്ള ശേഷിയില്ല, തെറ്റും ശരിയും തിരിച്ചറിയാൻ അവർക്ക് പറ്റാത്തത് കൊണ്ട് അവരെ ഭരണമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ, അവരുടെ ഭരണം വരിക എന്ന് പറഞ്ഞാൽ ഒരു തകർച്ചയായിരിക്കും ഫലം. അത് വലിയ ഏകാധിപത്യത്തിന് വഴിയൊരുക്കും. അതുകൊണ്ട് ജനങ്ങൾക്ക് അധികാരം കൊടുക്കുക എന്നത് അസാധ്യമാണ്, അചിന്ത്യമാണ്. മറിച്ച് ഒരു ഫിലോസഫർ കിങ് ആണ് വേണ്ടത്, തത്വചിന്തകനായ ഭരണാധികാരിയാണ് ലോകത്തിന് ആവശ്യമെന്ന് പറഞ്ഞ ആളാണ് പ്ലേറ്റോ. അവിടെ നിന്നും യൂറോപ്യൻ തത്വചിന്ത നൂറ്റാണ്ടുകളോളം ഈ പറഞ്ഞ ബൈബിളിനെ ചുറ്റിപ്പറ്റിയായിരുന്നു. പിന്നെ തത്വചിന്ത മൊത്തം ദൈവത്തിൻ്റെ അംശം എന്ന നിലയ്ക്ക് മനുഷ്യനെക്കുറിച്ചായിരുന്നു അവർ സംസാരിച്ചിരുന്നത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യൂറോപ്യൻ ചിന്തകരിൽ ഏറ്റവും പ്രമാണിയായിരുന്ന റെനെ ദെക്കാർത്ത് എന്ന് പറയുന്ന തത്വചിന്തകനാണ് യൂറോപ്യൻ മനുഷ്യനെ ദൈവത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ഒരു സ്വതന്ത്ര പൗരനാക്കി മാറ്റുന്നത്. കൊജിറ്റോ എർഗോ സം എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വാക്യം. ഞാൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിലനിൽക്കുന്നു എന്ന് ചരിത്രത്തിൽ ആദ്യമായി തത്വചിന്താപരമായി പ്രഖ്യാപിച്ച ഒരാളാണ് റെനെ ദെക്കാർത്തെ. ദെക്കാർത്ത് പറയുന്നു, മനുഷ്യൻ നിലനിൽക്കുന്നത് അവൻ ചിന്തിക്കുന്നത് കൊണ്ടാണ്. അവൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെയും ഭാഗമൊന്നുമല്ല, അവൻ ചിന്തിക്കുന്നു, അതുകൊണ്ട് അവൻ നിലനിൽക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ
കരവലയങ്ങളിൽ നിന്നും മനുഷ്യനെ മോചിപ്പിക്കുകയും വ്യക്തി എന്നത് സ്വതന്ത്ര പൗരനാണ്, സ്വതന്ത്ര വ്യക്തിയാണ്, സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനമെന്ന് ഈ കുറേ നൂറ്റാണ്ടുകളിലൂടെ നടന്ന തത്വചിന്താപരമായ പ്രവർത്തനങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ സയൻസിലുണ്ടായ വലിയ മാറ്റം, നമുക്കറിയാം വ്യാവസായിക വിപ്ലവമെന്ന് നമ്മൾ വിളിക്കുന്ന കാര്യങ്ങൾ, അതിലൂടെ ഉണ്ടായ വലിയ മാറ്റം. മൂന്നാമത് മൂലധനം, ആധുനിക മൂലധനം, മാർക്കറ്റ്. ഈ ചന്ത എന്നൊക്കെ പറഞ്ഞാൽ പുതിയൊരു സൃഷ്ടിയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നേരത്തെ കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമായിരുന്നു. മലയാളിക്കുമൊക്കെ എല്ലാ സമുദായത്തിനും അങ്ങനെയായിരുന്നു. അങ്ങനെ മൂലധനം, മാർക്കറ്റ് എന്ന് പറയുന്ന പുതിയ ഒരു എക്കണോമിക് സംവിധാനം, വ്യവസായ വിപ്ലവം പോലുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ, ഈ ലോകം മുഴുവൻ ചുറ്റിസഞ്ചരിച്ചിട്ടുള്ള നാവിഗേഷന്റെ, വാസ്കോഡഗാമ ഇവിടെ വരുന്നത് പോലുള്ള നാവിഗേഷന്റെ വലിയ കണ്ടുപിടുത്തങ്ങൾ, അതോടൊപ്പം തത്വചിന്തയിലെ വലിയ കുതിച്ചുചാട്ടങ്ങൾ, ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് സ്വതന്ത്ര പൗരൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ ചരിത്രത്തിൽ നിർമ്മിച്ചെടുക്കുന്നത്. ഒരു ദിവസം യൂറോപ്പിൽ ജനിച്ചവരെല്ലാം സ്വതന്ത്ര പൗരന്മാരായി മാറുകയായിരുന്നില്ല, മറിച്ച് വളരെ വലിയൊരു ചരിത്രം അതിനകത്തുണ്ട്. ഇതിനെ മുഴുവനും യോജിപ്പിച്ച് ഡോക്ടർ അംബേദ്കർ എപ്പോഴും കോട്ട് ചെയ്യുന്ന ഒരാളാണ് ജെയ്സ് മിൽ ഓൺ ലിബർട്ടി എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി. ഈ പുസ്തകത്തിൽ ജനാധിപത്യത്തിന്റെ തത്വം എന്തായിരിക്കണമെന്ന് ജോൺ സ്റ്റുവർട്ട് മില്ല് പറയുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് വ്യക്തിയുടെ സ്വാതന്ത്ര്യമായിരിക്കണം ജനാധിപത്യത്തിന്റെ അന്തസത്ത. ഒരു വ്യക്തിയുടെ ധാർമ്മികമായ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമാണ് രാഷ്ട്രീയമായ ഇടപെടൽ. ഒരു ഭരണാധികാരി നമ്മുടെ എല്ലാ കാര്യങ്ങളും A to Z ചെയ്തു തരുന്നുണ്ടെങ്കിലും അത് പൂർണ്ണമല്ല. ഓരോ വ്യക്തിയും രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നതിലൂടെയാണ് അവർ സാമൂഹികമായും ധാർമ്മികമായും ഇന്റലക്ച്വലായും ബുദ്ധിപരമായും വികാസം നേടുന്നത്. അതുകൊണ്ട് മനുഷ്യർക്ക് ഇടപെടാൻ കഴിയുന്ന ഭരണ സംവിധാനമാണ് വേണ്ടത് എന്ന തത്വചിന്ത ജെയ്സ് മില്ല് മുന്നോട്ട് വയ്ക്കുമ്പോൾ അദ്ദേഹം സ്വതന്ത്ര വ്യക്തികളെ കുറിച്ചാണ് പറഞ്ഞത്. എന്നാൽ ഡോക്ടർ B.R. അംബേദ്കറിലേക്ക് ജനാധിപത്യത്തിന്റെ പ്രാഥമികമായ സങ്കല്പനം വരുമ്പോൾ സ്വതന്ത്ര വ്യക്തികളോ പ്രധാനമായിരിക്കെ തന്നെ അതോടൊപ്പം തന്നെ സ്വതന്ത്ര വ്യക്തികളായി പരിവർത്തനപ്പെടാത്ത സമുദായങ്ങളും ഈക്വൽ സ്റ്റാറ്റസ് കൊടുക്കേണ്ടതുണ്ടെന്നാണ് 19 അംബേദ്കർ പറഞ്ഞത്. അത് ലോകത്തിന് അജ്ഞാതമായൊരു കാര്യമാണ്. ഒരു വിഭാഗത്തിന് വ്യക്തികളെ പോലെ അവകാശം കൊടുക്കാൻ കഴിയുമോ എന്നത് ഇപ്പോഴും ജനാധിപത്യത്തിൽ തർക്ക വിഷയമാണ്. ഇപ്പൊ പട്ടികജാതിക്കാർക്ക് പ്രത്യേകം അവകാശം കൊടുക്കുന്നത് എന്തിനാണ് എന്നതാണ് ഇപ്പോഴും നമ്മുടെ മുന്നിലുള്ള തർക്കമാണ്. ഒരു വിഭാഗത്തിന് അവകാശം കൊടുക്കുമ്പോൾ ആ സമൂഹത്തിലെ വ്യക്തികളുടെ അവകാശം ഖനിക്കപ്പെടുന്നു എന്നതാണ് സാധാരണഗതിയിൽ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആവലാതി, ഒരു പരാതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വരുന്നൊരു അന്നേ തന്നെ ഡോക്ടർ B.R. അംബേദ്കർ പറയുന്നൊരു കാര്യം, നമ്മുടെ സമൂഹം വ്യത്യസ്തമായ ജനവിഭാഗങ്ങളാൽ നിർമ്മിതമാണ്. ഈ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളാൽ നിർമ്മിതമാണെന്ന് പറയുമ്പോൾ ഈ പുറമേ കാണുന്ന ശാരീരിക രൂപങ്ങളിലോ വേഷ സംവിധാനങ്ങളിലോ ഭക്ഷണശീലങ്ങളിലോ ഉള്ള മാറ്റം, സാംസ്കാരിക ശീലങ്ങളിലോ ഉള്ള മാറ്റം മാത്രമല്ല, നമ്മുടെ ഇന്ത്യ ജീവിക്കുന്നത് പല കാലങ്ങളിലും പല സ്ഥലങ്ങളിലുമാണ് എന്ന് നമ്മൾ കാണേണ്ടത്. അംബേദ്കർ അങ്ങനെ അത് വിശദീകരിക്കുന്നു. പല കാലങ്ങളിലാണ്. ഇപ്പോൾ അട്ടപ്പാടിയിലെ ആദിവാസിയും കൊച്ചി നഗരത്തിൽ ജീവിക്കുന്ന IT പ്രൊഫഷണലും ഒറ്റക്കാലത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്നത് ശുദ്ധാസംബന്ധമാണത്. ഈ IT പ്രൊഫഷണൽ മറ്റൊരു കാലത്ത് രണ്ടുപേർക്കും ഡേറ്റ് ഒന്ന് തന്നെയായിരിക്കും. ഈ പറഞ്ഞ 2017 ഏപ്രിൽ 16 തന്നെയായിരിക്കും. പക്ഷേ ഏപ്രിൽ 16 അർത്ഥം രണ്ടുപേർക്കും രണ്ടാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ പറയുന്ന വ്യത്യസ്തമായ കാലദേശങ്ങൾ ജീവിക്കുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങൾ, ഇപ്പം നമ്മുടെ ശബരിമല കാടുകളിൽ അലഞ്ഞു തിരിയുന്ന മലമ്പണ്ടാരങ്ങളും ഇവിടെ സെറ്റിൽഡായ ദളിതരും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിരിക്കുമെന്ന് നമ്മൾ അറിയണം. അതുകൊണ്ട് നമുക്ക് തരുന്ന അവകാശങ്ങൾ അതേപടി മലമ്പണ്ടാരത്തിനും കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അവകാശമായിട്ട് ചെല്ലുമ്പോൾ അവൻ അവിടെ കാണത്തു പോലുമില്ല, അവൻ അടുത്ത സ്ഥലത്തേക്ക് പോയിരിക്കും. നമ്മൾ എത്ര കൊല്ലം കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാവും, അവകാശം ഇവിടെ കൊണ്ട് തരാം. പക്ഷെ മലമ്പണ്ടാരത്തെ നമ്മൾ അന്വേഷിച്ച് നടക്കണം കൊടുക്കാനായിട്ട്. അപ്പോൾ അവൻ്റെ ആ ഒരു ജീവിത സാഹചര്യത്തിന്, അവൻ്റെ സ്പേഷ്യോ ടെമ്പറൽ എന്ന് തത്വചിന്തയിൽ പറയുന്ന അവൻ്റെ സ്ഥലത്തിൻ്റെയും കാലത്തിൻ്റെയും ജീവിതബോധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ വ്യത്യസ്തമായ ജനവിഭാഗങ്ങളാണ് ഇന്ത്യയിൽ ജീവിക്കുന്നതെന്നും അതുകൊണ്ട് ഈ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഭരണകൂടം നൽകണം എന്നത് 19 ഡിക്ലറേഷൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സംവരണമടക്കമുള്ള ന്യൂനപക്ഷ അവകാശമടക്കമുള്ള പ്രത്യേകമായ അവകാശങ്ങൾ എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമാണെന്നാണ് ഡോക്ടർ B.R. അംബേദ്കർ 19 പ്രഖ്യാപിക്കുന്നൊരു കാര്യം. അന്ന് ലോകത്തിന് തികച്ചും അജ്ഞാതമായൊരു കാര്യമാണത്. അതുകൊണ്ട് യൂറോപ്യൻ തത്വചിന്തയിൽ നിന്നുള്ള വളരെ വലിയൊരു ബ്രേക്കാണ് അംബേദ്കർ നടത്തുന്നത്.
തത്വചിന്താപരമായ ചരിത്രത്തിൽ യൂറോപ്യൻ പൊളിറ്റിക്കൽ ഫിലോസഫിയെ അക്ഷരാർത്ഥത്തിൽ തിരുത്തിയ ഒരു തത്വചിന്താ പദ്ധതി, പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ ഒരു ധാര ഡോക്ടർ BR അംബേദ്കർ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, യൂറോപ്പിലെ ജനാധിപത്യത്തിൻ്റെ കേന്ദ്രമായിട്ടുള്ള, അതിൻ്റെ പിറവി നടന്നിട്ടുള്ള യൂറോപ്പിലെ തത്വചിന്താ ചരിത്രത്തെ തിരുത്തിയ, അതിന് മറ്റൊരു കാലത്തിലും ദേശത്തിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു രാഷ്ട്രീയ തത്വചിന്തകനായിട്ടാണ് ഡോക്ടർ BR അംബേദ്കറെ ഇനിയുള്ള കാലത്ത് ലോകം മനസ്സിലാക്കാൻ പോകുന്നത്. ഇങ്ങനെ ജനാധിപത്യത്തെ സംബന്ധിച്ച് തികച്ചും നവീനമായൊരു സങ്കല്പം ലോകത്തിന് നൽകുക മാത്രമല്ല, അത് പ്രായോഗികമായി അതെങ്ങനെ നിറവേറ്റിയെടുക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ചും ഡോക്ടർ BR അംബേദ്കർ ഒരു ഇടപെടൽ നടത്തുന്നു. ഇന്ന് സമകാലീനമായ ഇന്ത്യയിൽ എല്ലാ വ്യത്യസ്തതകളും ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഹിന്ദു ഫാസിസ്റ്റുകളുടെ അധികാരം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഡോക്ടർ അംബേദ്കറുടെ ഈ ആശയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. വളരെ പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രം നിർമ്മിക്കപ്പെട്ടത് കേവലമായ വ്യക്തികളുടെ കൂട്ടമായിട്ടല്ലെന്നും വ്യത്യസ്തമായ സമുദായങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്നും. സോ സമുദായം എന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അംബേദ്കർ പറയുന്നു. ഈ ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും വലിയ ഗതികേടുകളിലൊന്ന്, അവരുടെ പിന്നോക്കാവസ്ഥകളിലൊന്ന്, അവർക്കിപ്പോഴും കമ്മ്യൂണിറ്റിയെ ഒരു യാഥാർത്ഥ്യമായി അംഗീകരിക്കാൻ അവർക്ക് കഴിയുന്നില്ല എന്നതാണ് അവർ നേരിടുന്ന വലിയൊരു പ്രശ്നം. സമുദായം എന്നതൊരു യാഥാർത്ഥ്യമാണ്, നമുക്കതറിയാം. നമ്മളൊരു കാര്യം അറിയേണ്ടത്, ഈ ഒറ്റ രാത്രി കൊണ്ട് 3000 പേരെ കൊന്നൊടുക്കിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ദിരാഗാന്ധി മരിച്ചെന്ന് രാത്രി ഏതാണ്ട് 3000-ലധികം സിഖുകാരെ ഒറ്റ രാത്രി കൊണ്ട്, പിന്നെ ഒരാഴ്ച നീണ്ടുന്ന കാലാവധി വേറെ ഒത്തിരി പേര് മരിച്ചു ഒറ്റ രാത്രി കൊണ്ട്. അപ്പോൾ ഡൽഹിയിലെ ആൾക്കാർ പറയുന്നൊരു കാര്യം, അവിടെ ഈ ചെറിയ വീടുകളിലൊക്കെ ജീവിക്കുന്ന മനുഷ്യർ, സ്ത്രീകൾ അകത്ത് കിടക്കുകയും രാത്രി ആയിക്കഴിഞ്ഞാൽ നല്ല കാലാവസ്ഥയാണ് പുരുഷന്മാർ മുഴുവൻ പുറത്ത് കിടക്കുകയും ചെയ്യുകയാണ് സാധാരണ ഒരു പതിവ്. ഈ 84 സംഭവത്തിന് ശേഷം പുറത്ത് കിടക്കൽ പരിപൂർണമായിട്ടും ആൾക്കാർ നിർത്തിവെച്ചിട്ടുണ്ട്. ഇങ്ങനെ മനുഷ്യർ മുഴുവൻ പക്ഷേ ആ കോൺഗ്രസിന് എന്തോ മതേതര പാരമ്പര്യം ഉണ്ടെന്ന് പറയാൻ നമുക്ക് യാതൊരു പ്രശ്നവുമില്ല. ആ കോൺഗ്രസ് എന്തോ മതേതര പാരമ്പര്യം. ഇപ്പം UP വർഷങ്ങളോളം ഭരിച്ചിരുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസ് അവിടെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബ്രാഹ്മണരുടെയും ഈ പറയുന്ന ദളിതരുടെയും വോട്ട് ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഭരണം അവർ നടത്തി. ഈ ഇടത്തരക്കാരായിട്ടുള്ള ചില പിന്നോക്ക ജാതികൾ അന്ന് സോഷ്യലിസ്റ്റുകളാണെന്ന് പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു, രാം മനോഹർ ലോഹ്യെ പോലുള്ള ആൾക്കാർ. പക്ഷേ ഇത് വളരെ കൃത്യമായിട്ട് സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള ബ്രാഹ്മണ വോട്ടും ഈ പറയുന്ന ദളിത് വോട്ടും കൂടി ഒരുമിച്ച് നിർത്തിയിട്ടാണ് വർഷങ്ങളായിട്ട് കോൺഗ്രസ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അത് കാൻഷീറാം വളരെ വ്യക്തമായും തുറന്നു പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് ഇങ്ങനെ ഭരിച്ചു, ഞാൻ ഇങ്ങനെ ഭരിക്കുന്നു എന്ന് വളരെ കൃത്യമായൊരു സംഭവം പുള്ളി പറയുന്നുണ്ട്. അതായത് ഇത്രയും നാൾ അവർ ഭരിച്ചു, ഇനിയിപ്പോൾ ബാക്കി ഭാഗം ഞങ്ങൾ ഭരിക്കാമെന്ന് പറയുന്നുണ്ട്. അതിനെ തിരിച്ചിടുകയാണ്. ദളിതരുടെ ഒരു പൊളിറ്റിക്കൽ ഏജൻസിക്കകത്തേക്ക് ബ്രാഹ്മണരോ അല്ലാത്ത വിഭാഗങ്ങളെ കൊണ്ടുവന്ന് അവർ അധികാരത്തിലേക്ക് വരികയാണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമായി തുറന്നു പറയുന്നു. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഇങ്ങനെ ഇന്ത്യയെ സംബന്ധിച്ച് കമ്മ്യൂണിറ്റി എന്നത് ഒരു പ്രധാനപ്പെട്ട ഇപ്പോൾ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനോറിയോ നമ്മളെടുത്ത്, കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകൾ, പത്രങ്ങളൊക്കെ നടക്കുന്ന രാഷ്ട്രീയ ചർച്ചകൾ നമ്മളെടുത്തറിയാം. തെരഞ്ഞെടുപ്പിന് മുമ്പും പിൻപും ഒക്കെ കമ്മ്യൂണിറ്റിയാണ് ചർച്ച ചെയ്യുന്നത്, സമുദായത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ദളിതരെക്കുറിച്ച് ചർച്ച ചെയ്യാറില്ല, കാരണം അതിനൊരു കമ്മ്യൂണിറ്റിയായിട്ട് അവർ പരിഗണിക്കുന്നില്ല. പക്ഷേ ഈഴവർ വരെയുള്ള സമുദായങ്ങൾ എങ്ങോട്ടാണ് വോട്ട് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് വളരെ ഇതായിട്ടുള്ള ചർച്ചകൾ കേരളത്തിൽ നടക്കാറുണ്ട്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളോട് ചോദിച്ചാൽ അവരാരും സമുദായത്തിൻ്റെ ആൾക്കാരുമല്ല. കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ചർച്ചയിലെപ്പോഴും ഒരു MP സ്ഥാനം ഒഴിവ് വന്നാൽ അത് ആർക്ക് കൊടുക്കണമെന്നതിൽ പോലും കമ്മ്യൂണിറ്റിയെ പരിഗണിക്കുന്ന കേരളം പോലൊരു സ്ഥലത്ത് കമ്മ്യൂണിറ്റി ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കുന്നില്ല. ഡോക്ടർ അംബേദ്കറുടെ ഒരു ഗുണം 1919 മുതൽ തന്നെ അദ്ദേഹം നടത്തുന്ന രാഷ്ട്രീയ അന്വേഷണങ്ങൾ അദ്ദേഹം എത്തിച്ചേരുന്ന ഒരു നിഗമനം, കമ്മ്യൂണിറ്റി ഒരു യാഥാർത്ഥ്യമാണെന്ന് മാത്രമല്ല, കമ്മ്യൂണിറ്റി ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി നമ്മൾ അംഗീകരിക്കുന്നതാണ് അംബേദ്കറെ മറ്റുള്ളവരിൽ നിന്ന് ഭിന്നമാക്കുന്നൊരു കാര്യം. ജാതിയെയും സമുദായത്തെയും അംഗീകരിക്കുന്ന ഒത്തിരി പേരുണ്ടാവാം, പക്ഷെ അംബേദ്കർ ജാതി സമുദായങ്ങളെയും മതസമുദായങ്ങളെയും കേവലമായി സാമൂഹികമായ ഒരു അസ്തിത്വമായല്ല കാണുന്നത്, അതിനെ രാഷ്ട്രീയ യാഥാർത്ഥ്യമായി അംഗീകരിക്കണം എന്ന ഇന്ത്യക്ക് എല്ലാ കാലത്തും മാതൃകയായിട്ടുള്ളൊരു നിർദ്ദേശം, രാഷ്ട്രീയമായ നിർദ്ദേശദാത്ത രൂപപ്പെട്ടു വന്നത് ഡോക്ടർ BR അംബേദ്കറുടെ ജനാധിപത്യ സങ്കല്പത്തിൽ നിന്നാണ് എന്ന് നമ്മൾ കാണും. മനുസ്മൃതി കത്തിക്കുമ്പോൾ അത് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഡോക്ടർ BR അംബേദ്കർ ഇന്ന് ഈ ജനാധിപത്യ സങ്കല്പത്തെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം ഇന്ത്യക്ക് വിമോചിതമാകാൻ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ഇന്ത്യ പ്രാഥമികമായും ചെയ്യേണ്ട ഒരു കാര്യം ഹിന്ദു സോഷ്യൽ ഓഫ് ഓർഡറിനെ, ഹിന്ദു സാമൂഹിക ജീവിത വ്യവസ്ഥയെ മറികടന്ന് പോകേണ്ടതുണ്ട് എന്ന് അംബേദ്കർ പറഞ്ഞു. ഈ ഹിന്ദു സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്ന അംബേദ്കർ ഹിന്ദു മതം എന്ന് പറയുന്ന തരത്തിലുള്ളൊരു വിമർശനമല്ല അദ്ദേഹം നടത്തുന്നത്. കേവലമായൊരു മതവിമർശനം എന്നതിനപ്പുറം
അത് നിരവധിയായിട്ടുള്ള കോഡ് ഓഫ് കോണ്ടക്റ്റിൻ്റെ, ജീവിത രീതികളുടെയും ജീവിത പ്രമാണങ്ങളുടെയും ഒരു വിമർശനമായിട്ടാണ് അദ്ദേഹം ഹിന്ദു വിമർശനം അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മറ്റാരും ചെയ്യാത്ത വിധം വളരെ സൂക്ഷ്മമായി ഹിന്ദു സമൂഹത്തിൻ്റെ വിവേചന രൂപങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്നതെന്ന കാര്യം ഇത്ര വിശദമായും വ്യക്തമായും പറഞ്ഞൊരു ചിന്തകൻ ഇന്ത്യക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ ഒരു പ്രശ്നം എന്തെന്ന് ചോദിച്ചാൽ, ഈ ഹിന്ദു എന്ന ഒരു സോഷ്യൽ എൻറ്റിറ്റി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ നേരിടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ ഒരു സതീഷ് ദേശ്പാണ്ഡെ എന്ന് പറയുന്നൊരു വലിയൊരു സോഷ്യോളജിസ്റ്റ് ഉണ്ട്, അധ്യാപകനാണ്, ലോകപ്രസിദ്ധനായ എഴുത്തുകാരനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ജാതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷെ ജാതി എങ്ങനെയാണ് എൻ്റെ ജീവിതത്തെ ബാധിക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയത്തില്ലതാണ്. ഇത് ജാതി എന്താണെന്നല്ല അറിയാം, ജാതി ഇവിടെ ഉണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാം, പക്ഷെ ഇതെങ്ങനെയാണ് നമ്മുടെ സമൂഹത്തെയും ജീവിതത്തെയും നിർണ്ണയിച്ചു കൊണ്ടിരിക്കുന്നത്, ബാധിച്ചു കൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ ആർക്കും ഉത്തരയില്ല. എന്ന് പറയുന്നത് പോലെ തന്നെ വലിയൊരു പ്രശ്നമാണ് ഈ ഹിന്ദു എന്ന് പറയുന്ന ഒരു അന്തരീക്ഷം. ഈ അന്തരീക്ഷത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എപ്പോഴാണ് ഹിന്ദു ആയിരിക്കുന്നത്, എപ്പോഴാണ് ഹിന്ദു അല്ലാതായിരിക്കുന്നത് എന്ന് വേർതിരിച്ചറിയാൻ കഴിയാത്ത വിധമുള്ള ചില കോഡ് ഓഫ് കോണ്ടക്റ്റാണ് നമ്മുടെ മുന്നിൽ യഥാർത്ഥത്തിലുള്ളത്. നമ്മളത് അതുകൊണ്ട് അംബേദ്കർ കൺവേർഷൻ എന്നല്ല പറയുന്നത്, മതപരിവർത്തനം, എവേ ഫ്രം ഹിന്ദു എന്നാണ് പറഞ്ഞത്. ഹിന്ദു മതത്തിൽ നിന്നും അകന്നു നിൽക്കുക എന്നാണ് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും മതത്തിൽ പോയി ചേരാനല്ല, എവേ ഫ്രം ഹിന്ദു അതാ പറയുന്നത്. ആ വാക്കിന് വലിയ അർത്ഥമുണ്ടെന്ന് ഞാനൊരു പേഴ്സണലായ അനുഭവം പറയാം. എൻ്റെ മോളുടെ കല്യാണം നടന്നപ്പോൾ പരമാവധി ഈ പറഞ്ഞ മതപരമായ ചടങ്ങൊന്നും ഇല്ലാതെ നടത്താം എന്നിങ്ങനെ തീരുമാനിച്ചു. കല്യാണത്തിന് വന്നു, അവരൊരു മാലയൊക്കെ ഇട്ടു, ഒരു കേക്ക് മുറിച്ചു, കുറേ സംഗീതം, അങ്ങനെയൊക്കെയുള്ള അപ്പോൾ ഈ പൂജാരി ഇല്ലാത്ത കാരണം ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണമോ, അതാണ് അതിൻ്റെ ഒരു ഗതികേട്. പൂജാരി ഉണ്ടെങ്കിൽ പൂജാരിക്ക് പൈസ കൊടുത്താൽ പുള്ളി ചെയ്തോളുണ്ട്, ആൾക്കാരൊക്കെ വിളിച്ചിരുത്തി കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം ചെയ്തിങ്ങനെ കല്യാണം ഇങ്ങനെ നടക്കുക. അപ്പോൾ പെട്ടെന്ന് ചെറുക്കൻ്റെ ബന്ധുവായ ഒരാൾ, ഒരു സ്ത്രീ എന്ന് ഒരു ഡെപ്പി എന്ന് പറഞ്ഞു, സാധനം എടുത്തതിന് മോളുടെ ആ ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ അന്നേരം വരെ കെട്ടിപ്പൊക്കെ മുഴുവൻ സാധനം തകർന്ന് വീഴുക. ഇതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ അയാളോട് പറഞ്ഞ, അയാളെ സംബന്ധിച്ച് കല്യാണം കഴിച്ച പെൺപിള്ളേർ സിന്ദൂരം തുറന്ന് നടക്കാൻ പറ്റുമോ നമ്മൾ ചോദിക്കുന്നു. കല്യാണം കഴിച്ച പെൺപിള്ളേർ സിന്ദൂരം തൊടണല്ലോ, അതൊരു സാധാരണ നാച്ചുറൽ ഒരു നിയമം, പ്രകൃതി നിയമം പോലെ അതിനെ മനസ്സിലാക്കുന്നത്, അതല്ലാതെ അതൊരു മതപരമായ ചിഹ്നമായിട്ടല്ല അത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ വൈദവ്യം, സ്ത്രീകളോടുള്ള അവഗണന, സ്ത്രീ എന്ന് പറയുന്നത് അമ്മയാണ് ദേവിയാണെന്നൊക്കെ പറയുന്നതല്ലാതെ സ്ത്രീകൾക്ക് യാതൊരുവിധ പരിഗണനയും കൊടുക്കാത്തൊരു സമൂഹമാണ് ഹിന്ദു സമൂഹം. അവൻ വീട്ടിലെ വിളക്കാന്നുള്ളത്, വീട്ടിലെ വിളക്കാന്ന് പറയുന്നത് അവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാണെന്നുള്ള അതിലൊരു ഗുണം. അവനെ പുരുഷൻ ആഗ്രഹിക്കുന്നതാ സ്ത്രീ വീട്ടിൽ തന്നെ ഇരിക്കണം. അവൾ എൻ്റെ വീട്ടിൽ വിളക്കാന്ന് വിളക്കാണെങ്കിൽ പിന്നെ പുറത്തേക്ക് പോയല്ലോ, അവിടെ തന്നെ ഇരുന്നോളുന്ന. ഇങ്ങനെ സ്ത്രീകളെ എപ്പോഴും ഇൻഹ്യൂമനൈസ് ചെയ്യുന്ന ഒരു തത്വചിന്താ പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഹിന്ദു സോഷ്യൽ ഓർഡർ. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത് എന്നതുപോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഇവിടെ ഇതിനോടൊരു സ്റ്റാൻഡ്, ഒരു തുറന്ന സമീപനം എടുക്കാൻ ഒരുപക്ഷെ നമ്മളെ സഹായിക്കുന്ന ഒരാൾ ഡോക്ടർ BR അംബേദ്കറാണ്. ഞാൻ മതമാറ്റത്തെക്കുറിച്ചൊന്നും അല്ല പറയുന്നത്. നമ്മൾ ഈ കാര്യത്തിൽ വളരെ കോൺഷ്യസ് ആയിരിക്കേണ്ടതുണ്ട്. ബോധവാന്മാരും ബോധവതികളും ആയിരിക്കും. അത്രയൊരു നിർണായക നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഡോക്ടർ BR അംബേദ്കർ നമ്മളെ പഠിപ്പിച്ചൊരു കാര്യം, അത് തുറന്ന് ഡിക്ലെയർ ചെയ്തൊരു കാര്യം, ഞാനൊരു ഹിന്ദുവായി ജനിച്ചെങ്കിലും ഒരു ഹിന്ദുവായി മരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ആ സോഷ്യൽ ഓർഡർ അദ്ദേഹം പറയുന്നൊരു കാര്യത്തിൽ ഈ പുറജാതികളെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ ഉള്ളിടത്തോളം കാലം നിലനിൽക്കുന്ന, പുറജാതികൾക്ക് മാത്രമായൊരു വിമോചനം സാധ്യമല്ല. കാരണം ജാതി അവിടെയുണ്ട്, ആ ജാതിയിൽ പോലും പെടുത്താതെ പുറത്ത് ഈ പുറജാതികളെ നിർത്തിയേക്കുന്നത്. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നിടത്തോളം കാലം പുറംജാതികളും നിലനിൽക്കും. അതുകൊണ്ട് ഇത് തിരുത്തുക എന്നുള്ളത് മാത്രമേ നമ്മുടെ മുന്നിലുള്ള വഴി. അത് തിരുത്താൻ ഏറ്റവും എതിരായി നിൽക്കുന്ന കാര്യമാണ് ഹിന്ദു തത്വശാസ്ത്രം എന്നത്. ഇതാണ് എൻ്റെ ലോജിക്. അതിനെതിരെ നിൽക്കുന്ന സംഭവമാണ്. അത് ഭഗവത്ഗീത എടുത്താലും രാമായണം എടുത്താലും ഏതെടുത്താലും ഇതെല്ലാം ന്യായീകരിക്കുന്ന ജാതീയ വ്യവസ്ഥയും അതിൻ്റെ മൂല്യത്തെയും അതിൻ്റെ മണ്ഡലങ്ങളെയും. ഇപ്പോൾ അദ്ദേഹം ഭഗവത്ഗീതയെക്കുറിച്ച് അംബേദ്കർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഇപ്പം കൃഷ്ണൻ അർജുനനോട് കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുക, സഹോദരങ്ങളെ കൊല ചെയ്യാൻ പ്രേരിപ്പിക്കുക ഭഗവത്ഗീതയെ ചെയ്യുന്നു. അപ്പോൾ ഇത് വലിയ പുണ്യഗ്രന്ഥമാണ്. അംബേദ്കർ അതിനെ തന്നെ ആദ്യം ചോദ്യം ചെയ്തു. അത് എങ്ങനെ പുണ്യഗ്രന്ഥമാകുമെന്നാണ് അംബേദ്കർ ചോദിക്കുന്നത്. അംബേദ്കർ ഇതൊരു പുണ്യഗ്രന്ഥമാണ്, ഇത് ഒരൊറ്റ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം ചെയ്യുന്ന ദൗത്യം
ജാതീയമായ വിവേചനങ്ങൾക്ക് തത്വശാസ്ത്രപരമായ ന്യായീകരണങ്ങൾ കൊടുക്കുക എന്നതാണ് ഭഗവത്ഗീത ചെയ്യുന്ന ദൗത്യമെന്ന് അംബേദ്കർ അടിവരയിട്ട് പറഞ്ഞു. ഇന്ന് ഏറ്റവും പ്രസക്തമായ നിരീക്ഷണങ്ങളൊന്നാണ്. എൻ്റെ കാരണം നമ്മുടെ ഇവിടുത്തെ ലിബറലുകൾ, കേരളത്തിലെ ലിബറലുകൾ, ഇടതുപക്ഷ അല്ലാത്ത ലിബറലുകൾ കൃഷ്ണൻ്റെ മേലുള്ള അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നൊരു ഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കൃഷ്ണൻ ഞങ്ങളുടേതാണ്. കൃഷ്ണൻ നിങ്ങളെടുത്തോളം പറയാനുള്ള ധൈര്യം പോലും അവനില്ല. കൃഷ്ണൻ ഞങ്ങളുടെയും കൂടിയാണെന്നാണ്. പിന്നെ കൃഷ്ണനായിട്ടായി രാമനായിട്ടായി മൊത്തം നമുക്ക് കണ്ടെന്ന് ഒന്നും പിടിയില്ല. ആരാ യഥാർത്ഥ കൃഷ്ണൻ്റെ ആൾ, എന്താ പരിപാടി, നമുക്കൊരു പിടിയും കിട്ടത്തില്ല. കൃഷ്ണൻ പക്ഷേ ചരിത്രപരമായി ചെയ്തൊരു കാര്യം സഹോദര ഹത്യയ്ക്ക് തത്വശാസ്ത്രം ഉണ്ടാക്കി കൊടുക്കുക. കൗരവരെ കൂട്ടക്കൊല ചെയ്യാൻ അയാളെ പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹോദരനെ കൊല്ലാമോ? ശുദ്ധ അസംബന്ധമാണ്. DD കോസാമ്പിയൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ശുദ്ധ അസംബന്ധമായൊരു കൃതിയാണ്. സഹോദരനെ കൊല്ലാമോ? പിന്നെ കൊല്ലലെന്ന് പറഞ്ഞൊരു കാര്യമല്ലെന്ന്. ആത്മാവിനെ ആർക്കും കൊല്ലാൻ പറ്റിയെന്നാണ് കൃഷ്ണൻ എന്നാരും പറയണത്. അതവനെ ശരീരത്തെ മൃത വിട്ടാൽ പോരെന്ന് ആരും ചോദിക്കുന്നില്ല. ആത്മാവിനെ കൊല്ലാൻ പറ്റിയല്ല, പിന്നെ നീ ശരീരത്തെ വെട്ടി നുറുക്കിക്കൊണ്ട് എന്താ പ്രശ്നം? അല്ല, ഞാൻ ഈ കൊല്ലുന്നതൊക്കെ രാജ്യത്തിന് വേണ്ടി. അങ്ങനെയൊന്നുമില്ലെന്ന്. നീ രാജ്യത്തിന് വേണ്ടിയല്ല. നീ ഒരു കാര്യം ചെയ്യൂ, നീ ഡിറ്റാച്ച്ഡ് ആയിരിക്കാം. നീ കർമ്മത്തിൻ്റെ ഫലം ഇച്ഛിക്കാതിരിക്കുക. ഫലം ഇച്ഛിക്കാതിരിക്കുന്നതിലൂടെ നിന്റെ കർമ്മം വിമോചിപ്പിക്കപ്പെടുന്നു എന്നാണ്. കർമ്മണ്യേവ അധികാരസ്ഥേ മാ ഫലേഷു കഥാചന എന്നാണ്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. ഇത് ഒരു താത്വികമായ ബോധമാണ്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക എന്നത് വളരെ ക്രിമിനലായിട്ടുള്ള, അധാർമികമായിട്ടുള്ള ഒരു താത്വിക ബോധമാണ്. ഇതൊരു പക്ഷേ ബ്രാഹ്മണിക്കൽ ഓർഡറിന് മാത്രം സാധ്യമായൊരു കാര്യമാണ്. ഇപ്പോൾ ബ്രാഹ്മണിക്കൽ തത്വചിന്തയുടെ വലിയൊരു പ്രശ്നം അത് ഈ ഭൂമിയെ കാണുന്നില്ല എന്നുള്ളതാണ്. ഭൂമിയെയും മനുഷ്യനെയും അധ്വാനത്തെയും ഒന്നും അതൊരിക്കലും കണ്ടിട്ടേ ഇല്ല. അതെപ്പോഴും മുകളിലേക്ക് നോക്കത്തുള്ളൂ. അത് യഥാർത്ഥ ഇന്ത്യയിലല്ല ജീവിക്കുന്നത്. അതൊരു ഭാവനാത്മകമായ ഇന്ത്യയിലാണ്. അതാണ് നമ്മുടെ ആർഷഭാരതം എന്ന് പറയുന്നൊരു കാര്യം. അവിടെ മുനികളും സീതയും രാമനും ലക്ഷ്മണനും ഒക്കെ ഉള്ളോ? അവിടെ ഈ പറയുന്ന സണ്ണിയും ബാൻശ്രീ അങ്ങനെ കഥാപാത്രങ്ങളൊന്നും ഇല്ല. മനസ്സിലായില്ലേ? അവിടെ മനുഷ്യരില്ല, അധ്വാനിക്കുന്നവരില്ല, പ്രൊഡക്ഷൻ. പക്ഷെ അവൻ തിന്നുന്നത് അവൻ പാൽക്കഞ്ഞിയെ കുടിക്കുള്ളൂ, അതുറപ്പ്. അവൻ പാൽക്കഞ്ഞിയെ അവൻ കുടിക്കത്തുള്ളൂ. പക്ഷേ ഈ അരി എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അവൻ്റെ തത്വശാസ്ത്രത്തിൽ ഒരിക്കലും ഒരു ഉത്തരയില്ല. അവനെപ്പോഴും ഭാവനാത്മകമായി മാത്രം സംസാരിക്കുകയും അവൻ തത്വചിന്തയുടെ ഉത്തുംഗതകളിലാണ് നിൽക്കുന്നത് എന്ന് പറയുകയും, തത്വചിന്ത എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കുറിച്ചിട്ടുള്ള ആലോചനകളാകുകയും ശരീരം ഒരു രണ്ടാന്തരം കാര്യമായി മാറുകയും, അങ്ങനെ ശരീരത്തെ നശിപ്പിക്കുന്ന കുഴപ്പമില്ലെന്നാണ് ഈ കൃഷ്ണൻ പറയുന്ന കാര്യം. ഈ ശരീരം മുഴുവൻ നശിച്ചാൽ ഇവൻ്റെ ആത്മാവങ്ങ് സ്വതന്ത്രം ആയിക്കോളും എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഇതിൻ്റെ ഈ ഭഗവത്ഗീതയുടെ തത്വചിന്താപരമായ ദൗത്യത്തെ കണ്ടെത്തുകയും അതെങ്ങനെയാണ് ഇൻഹ്യൂമനായിരിക്കുന്നത്, മനുഷ്യവിരുദ്ധമായിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള അംബേദ്കറിൻ്റെ ഒരു ധാരയും, രാമനും കൃഷ്ണനൊക്കെ നല്ല മനുഷ്യരാണ്, അവരൊക്കെ BJPക്കാർ തെറ്റായി ഉപയോഗിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ധാരയും വളരെ വ്യക്തമായി നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് നമ്മൾ ഏത് തിരഞ്ഞെടുക്കുന്നു എന്നത് ഇനി ചരിത്രത്തിൽ നിർണായകമായൊരു ഘട്ടമാണ്. ഇവിടെ ഞാൻ പറയുന്നത് നമ്മൾ അംബേദ്കറെ പിൻപറ്റാൻ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അങ്ങനെ നമുക്കത് പിൻപറ്റാൻ കഴിയുമ്പോൾ മാത്രമേ ഇതിനെ തത്വചിന്താപരമായി തന്നെ ഈ പറയുന്ന ഈ സമൂഹത്തിൽ ഒട്ടനവധി സാമൂഹിക സംവിധാനങ്ങൾ, അതിക്രമപൂർണമായ സാമൂഹിക സംവിധാനങ്ങൾ, അപ്പാർത്തീഡ് പോലെയുള്ള വർണ്ണവെറിയുടെ വലിയ ക്രൂരതയൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്, അടിമകളോടുള്ള മനോഭാവങ്ങളുടെ സ്ഥാപനങ്ങൾ. ഇപ്പോൾ യൂറോപ്പിൻ്റെ ചരിത്രത്തിലൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന ഗ്രീസിലെ അടിമത്ത കാലഘട്ടം, അങ്ങനെ സ്പാർട്ടക്കസിൻ്റെ കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി അടിമത്ത രൂപത്തിലുള്ള സാമൂഹ്യ സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും ഇന്ത്യയെപ്പോലെ ഇത്ര ഹീനമായ ഒരു സംവിധാനം ലോകത്ത് മറ്റൊരു സ്ഥലത്തും ഇല്ല എന്ന് അംബേദ്കർ കണ്ടെത്തുന്നു. അതിൻ്റെ ഒരു കാരണം നമ്മൾ വിചാരിക്കുന്നത് പോലെ ഈ ദളിതരോടൊരു അതിക്രമം കാണിക്കുന്നു എന്നല്ല, ആ അതിക്രമം മാരകമാമിതം ന്യായീകരിക്കപ്പെടുന്നു എന്നതാണ് ഇന്ത്യയുടെ ശാപമെന്ന് പറയും. നൂറുകണക്കിന് പുസ്തകങ്ങളിലൂടെ, 10,000-കണക്കിന് അമ്മൂമ്മ കഥകളിലൂടെ, 10,000-കണക്കിന് പാട്ടുകളിലൂടെ, 1000-കണക്കിന് സിനിമകളിലൂടെ, 1000-കണക്കിന് നോവലുകളിലൂടെ, ചെറുകഥകളിലൂടെ, കവിതകളിലൂടെ ഇതിങ്ങനെ നിരന്തരം ന്യായീകരിക്കപ്പെടുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞിടെ മരിച്ചുപോയ പഴയ ദലിത് പ്രവർത്തകനായിട്ടുള്ള ഡോക്ടർ രാജൻ ബാബു, അദ്ദേഹം മുണ്ടക്കയത്ത് വലിയൊരു ഹോസ്പിറ്റലൊക്കെ സ്വന്തമായിട്ടുള്ള ഒരു ദലിതനാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് മരിച്ചുപോയത്. അദ്ദേഹത്തെ കാണാനായിട്ട് RSSൻ്റെ സംഘചാലക് ഇങ്ങനെയൊക്കെയാണല്ലോ, നമുക്കൊന്നും മനസ്സിലാകാത്ത ഭാഷ അവർ പറയും, നമുക്ക് മനസ്സിലാകാത്ത കാര്യം അവർ പറയുന്ന കേട്ടോ. അവർ സംഘചാലക് അവിടെ ചെന്നു, ഇങ്ങനെ പുരാണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ എനിക്കൊരു സംശയമുള്ളൂ, നിങ്ങളിങ്ങനെ കൂടുതൽ പുരാണമൊന്നും പറയണ്ട, ഒരു സംശയം. ഈ രാമായണത്തിൽ
അസുരന്മാരും ദേവന്മാരും തമ്മിലാണ് യുദ്ധം. ഈ അസുരന്മാരിൽ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിൽ ആരാണ് അസുരന്മാർ? അതൊന്ന് പറഞ്ഞാൽ മതി. സംഘചാലകന്മാരെ സ്ഥലം കാലിയാക്കി പോയി എന്നാണ് ഡോക്ടർ പറഞ്ഞൊരു കഥ. ഇതാണ് നമ്മൾ ചോദിക്കേണ്ടി വരും ഈ ചോദ്യം. ഇവരിപ്പോൾ നമ്മളോട് പറയുന്നൊരു നുണ, അത് നന്മയും തിന്മയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. ഏത്? അസുരന്മാരും സുരന്മാരും തമ്മിലുള്ള യുദ്ധം നന്മയും തിന്മയും തമ്മിലുള്ള, നന്മയെ നശിപ്പിച്ചതിൻ്റെ ഇതാണ്. അസുരനെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, രാവണനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു തിന്മയെ, മനുഷ്യൻ്റെ ആത്മാവിൻ്റെ മനസ്സിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇരുട്ടിനെ, ഒരു തിന്മയെ നശിപ്പിക്കുക ചെയ്തത് എന്നാണ് ഇപ്പോൾ പുതിയ ബുദ്ധിജീവികൾ നമ്മൾ പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം. ഇതിനകത്ത് ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ് നമ്മുടെ ഒരു ഉത്തമമായ വിശ്വാസം എന്നാണ്. അംബേദ്കർ പറഞ്ഞു, ഈ രാമൻ ബാബറി മസ്ജിദ് തകർക്കപ്പെടുന്ന കാലത്ത് ഈ കമ്മ്യൂണിസ്റ്റുകാരെല്ലാം കേരളത്തിലുമൊക്കെ പറഞ്ഞു നടന്നൊരു കാര്യം. അവർ പറഞ്ഞ വിചിത്രമായൊരു കാര്യം. രണ്ട് സമുദായങ്ങൾ തമ്മിൽ, മതസമുദായങ്ങൾ തമ്മിൽ വലിയ യുദ്ധത്തിലാണ്. ബാബർ അവിടെ സ്ഥാപിച്ചു എന്ന് കരുതപ്പെടുന്ന ആ പള്ളി അവർ തകർത്തപ്പോൾ അവർ പറഞ്ഞു, ഈ പള്ളിയുടെ പ്രധാന മൂളത്തിൻ്റെ നേരെ താഴെ അവിടെയാണ് രാമൻ ജനിച്ചതെന്ന് അവർ പറഞ്ഞൊരു യുക്തി. ആരാ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല, ആ പുള്ളി അവിടെയാണ് ജനിച്ചത്, അത്രയേ ഉള്ളൂ. എന്നാണ് RSSകാർ വ്യാപകമായി പരത്തിയൊരു സംഭവം. നേരെ പ്രധാന മകുടത്തിൻ്റെ നേരെ താഴെയാണ് രാമൻ ജനിച്ചതെന്നാണ്. അതുകൊണ്ട് ഇത് പൊളിക്കാതെ രാമക്ഷേത്രം പണിയാൻ പറ്റില്ലെന്ന് അവർ പറഞ്ഞു. അങ്ങനെ പൊളിച്ചു. അതങ്ങ് പ്രശ്നമായപ്പം മുസ്ലിങ്ങളും അവകാശവാദം ഉന്നയിച്ചു, ഹിന്ദുക്കളെന്ന് പറയുന്ന RSS വിഭാഗവും അവകാശവാദം ഉന്നയിച്ചു. വലിയ തർക്കം. ഉടനെ ഇന്ത്യയിലെ ലെഫ്റ്റ്, ഇടതുപക്ഷ ബുദ്ധി, എല്ലാ ബുദ്ധികളാണുള്ളത്. ബുദ്ധികൾ പറഞ്ഞൊരു കാര്യം, അത് ലൈബ്രറി ആക്കാൻ. എങ്ങനെയുണ്ട്? എന്തൊരു വെളിവുകേടകന്മാർ പറയുന്നത്, എനിക്കൊരു പിടിയും കിട്ടാത്തത്. രണ്ട് ജനസമുദായങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ വളരെ ക്ലിയർ കട്ടായ ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടതുണ്ട്. ആ ഭൂമിക്ക് രേഖകളുണ്ട്. ആ രേഖകൾ പരിശോധിച്ച് അത് ആരുടെ കൈവശമാണുള്ളത് അവർക്ക് കൊടുക്കാൻ പറയണം. അതാണ് ജനാധിപത്യത്തിൻ്റെ ഭാഷയെന്ന് പറഞ്ഞു. ഒരു ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക്, ഇന്ത്യയിലെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് സ്വന്തമായി ആരാധനാലയങ്ങൾ നിർമ്മിക്കാനും സംരക്ഷിക്കുവാനും പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് എന്നത് ഭരണഘടനാപരമായ അവകാശമാണ്. അതുകൊണ്ട് ഇന്ത്യയിലെ മതേതരത്വമല്ല വെല്ലുവിളി നേരിട്ടത്, ന്യൂനപക്ഷങ്ങൾക്കുമുള്ള കടന്നാക്രമണമാണെന്ന് പറയാനുള്ള ധൈര്യമില്ലാത്ത ലിബറലുകൾ ലൈബ്രറി ഉണ്ടാക്കാമെന്ന് പറയും. ലൈബ്രറിയൊക്കെ വളർന്ന് ഇപ്പം നമ്മൾ നേരിടുന്നത് ഒരു പടി കൂടി കടന്ന ഭീഷണിയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞത്, ഞാൻ മധ്യസ്ഥനാകാന്ന് പറഞ്ഞു. ഒന്നോർക്കണം, നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് നമ്മൾ ഓർക്കണം. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുകയാണ്, ഈ കാര്യത്തിന് കോടതിക്ക് വെളിയിൽ സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കണം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചിരുന്ന് ഒരു സെറ്റിൽമെൻറ്റ് ഉണ്ടാക്കൂ, വേണമെങ്കിൽ ഞാൻ മധ്യസ്ഥനായിട്ട് വരാം. അപ്പോൾ പിന്നെ ഈ കോടതിക്ക് എന്താ ജോലി എന്നാണ് നമ്മൾ ആലോചിക്കും. ഇന്ത്യൻ സുപ്രീം കോടതിക്ക് ഒരു ജോലിയുണ്ട്. കോടതി സാധാരണ കോടതിയെ വിഭാവന ചെയ്തിരിക്കുന്നൊരു കാര്യം, ഇന്ത്യൻ ലെജിസ്ലേച്ചറും അഡ്മിനിസ്ട്രേഷനും പരിഹരിക്കാൻ കഴിയാതെ തർക്കമായി മുന്നിൽ വരുമ്പോൾ രേഖകൾ പരിശോധിച്ച് അതിനൊരു ഉത്തരമുണ്ടാക്കുക, തീരുമാനമുണ്ടാക്കുക എന്നാണ് കോടതിയുടെ ജോലി. ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത് ഏറ്റവും ദുരൂഹമായ ആക്ടുകളിൽ ഒന്നാണെന്നാണ് നിയമപണ്ഡിതർ പറഞ്ഞിട്ടുള്ളത്. വായിച്ചാൽ മനസ്സിലാവില്ലെന്നാണ്, ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള പ്രഗത്ഭരായ വക്കീലന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യൻ ഈ തെളിവെടുപ്പ് നിയമം എന്ന് പറയുന്നത് അതിസങ്കീർണമായൊരു കാര്യമാണ്. അതറിയാമെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയായിട്ട് നേരിട്ട് പിന്നെ ലിങ്കാണെന്ന് പറഞ്ഞു. എന്ന് പറയുന്നത് പോലെ വളരെ സങ്കീർണമായ ഒരു നിയമ സംവിധാനം നമുക്കുണ്ട്. അവിടെ ഈ സുപ്രീം കോടതി ജഡ്ജി ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ രേഖകൾ കൊണ്ടുവരാൻ പറയുക. അവൈലബിൾ രേഖകൾ വെച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. ഡിസ്പ്യൂട്ടഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിക്കണം. ആ സമയത്ത് ആർക്കും എഴുതി കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. അതൊരു തർക്ക വസ്തുവാണ്. ഉള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കാൻ പറ്റില്ല. രണ്ടാമതൊരു കാര്യം, ഈ രേഖകൾ മുഴുവൻ ഇത് മുസ്ലിങ്ങളാണെന്ന് പറയുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മുസ്ലിങ്ങളാണെന്ന് അസന്നിഗ്ധമായി പറയുന്നത്. ആ രേഖകൾ ഇത് മുസ്ലിങ്ങൾ അവർക്ക് കൊടുക്കുക എന്ന് പറയാം. അന്നേരം പറയുന്നത് ഈ സെന്റിമെന്റ്സ്, മതം അങ്ങ് വ്രണപ്പെട്ട് നിൽക്കണം. എപ്പോൾ വേണേലും പൊട്ടുന്നൊരു സാധനമാണല്ലോ മതം എന്ന് പറയുന്നത്. വ്രണപ്പെട്ട് നിൽക്കുകയാണ്, മത ലഹള ഉണ്ടാവുന്ന, അതിനല്ലേ പട്ടാളം എന്നാണ് കോടതി പറയേണ്ടത്. അതായത് ഇന്ത്യയിൽ ഒരു നിയമം നടപ്പിലാക്കാൻ ജനക്കൂട്ടം എതിരാണെന്ന് പറഞ്ഞാൽ കോടതി പറയേണ്ടത്, അതിനല്ലേ പട്ടാളത്തെ തീറ്റിപ്പോരുന്നു, വെടിവെക്കാൻ പറയണം. കേരളത്തിൽ ഈ പ്രശ്നം നമ്മളൊക്കെ ആദിവാസി ഭൂമിയുടെ പ്രശ്നത്തിൽ മാത്രമേ ഇതുള്ളൂ. ആദിവാസി ഭൂമിയെ നിയമം നടപ്പിലാക്കണമെന്ന് പറയുമ്പോൾ അവിടെ കർഷകരെല്ലാം സംഘടിച്ച പ്രശ്നമാണ്. പിന്നെന്തിനാണ് ഇവിടെ പോലീസ്? നമ്മളത് ചോദിക്കണം. ഒരു ജനത എന്നല്ലേ പോലീസ് അതിക്രമം കാണിക്കുന്നത് നമ്മൾ എതിരല്ല. പക്ഷേ അതിനേക്കാൾ ഭീകരമായൊരു അതിക്രമമാണ് അവർ പറയുന്നത് എന്നതുകൊണ്ട് ഇന്ത്യൻ സ്റ്റേറ്റ് പോലീസിനെ വിട്ട് അട്ടപ്പാടിയിലെ ആദിവാസിയുടെ റൈറ്റ് സംരക്ഷിക്കണം. അതിനാ സ്റ്റേറ്റ് ഇവിടെ വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇക്കാര്യത്തിൽ, അതായത് ഈ ഹിന്ദു എന്ന് പറഞ്ഞ ഈ ഓർഡറിൻ്റെ കാര്യത്തിൽ കോടതി അടക്കം അഡ്മിനിസ്ട്രേഷൻ അടക്കം എല്ലാ സംവിധാനങ്ങളും അനുകൂലമാകുന്ന ഒരു സാഹചര്യത്തിൽ
ഡോക്ടർ BR അംബേദ്കറിൻ്റെ വാക്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. അന്ന് ഇവർ പറഞ്ഞൊരു കാര്യം, രാമൻ നല്ല മനുഷ്യനാണ്, പക്ഷെ അദ്ദേഹത്തെ BJPക്കാർ തെറ്റായി പോയി. ഇതായിരുന്നു വാദം. ശരിയായിരുന്നു, അത് തോന്നും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ മേഖല ഒന്ന് പരിശോധിച്ചു. ഞാനൊക്കെ 3ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ തന്നെ ഈ രാമനെയും ലക്ഷ്മണനെയും കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോൾ സീത നടുക്കും, രാമൻ മുന്നിലും, പുറകിൽ ലക്ഷ്മണൻ 2 വില്ലുമൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നൊരു ചിത്രം ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ആരാന്ന് എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലായിരുന്നുണ്ട്. കാരണം വീട്ടിൽ രാമായണം വായനയൊന്നുമില്ലല്ലോ. വീട്ടിൽ അപ്പനും അമ്മയ്ക്കും അക്ഷരാഭ്യാസവും ഇല്ല, അവരോട് രാമായണമായിട്ട് വായിക്കുന്നുമില്ല. വല്ല അമ്മൂമ്മ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ചില പാട്ടുകളൊക്കെ പാടി കേൾപ്പിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് വേറെ ഓർമ്മയൊന്നുമില്ല. പക്ഷേ എൻ്റെ ബെഞ്ചിലിരിക്കുന്ന നായർക്കുട്ടി അങ്ങനല്ല. അവൻ ചെറുപ്പം മുതലേ കർക്കിടമാസം രാമായണം വായിക്കുന്ന മുഴുവൻ കേട്ടും അവനെ പിടിച്ചിരുത്തിക്കിട്ടാ അമ്മൂമ്മ വായിക്കുന്നു. അവനതെല്ലാം കേട്ട് രാമനാരാ ലക്ഷ്മണനാരാ സീതയാരാന്നൊക്കെ അറിഞ്ഞില്ല അവൻ വരുന്നു. അവനോടും എന്നോടും ഒരേ ചോദ്യം ആയിരിക്കണം, ആര് ജയിക്കും? അവൻ ജയിക്കും. ആയിരിക്കും ബുദ്ധിയില്ലെന്നവർ പറയും. അതൊരു പ്രശ്നം. നമ്മുടെ വിദ്യാഭ്യാസത്തിന് വലിയൊരു കെണിയാണത്. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഇതേ പഠിപ്പിക്കും, രാമൻ ലക്ഷ്മണൻ ഭീം എന്നൊക്കെ പറഞ്ഞ് അവന് വല്ലതും പിടികിട്ടുമോ? അവന് കാട്, അരുവി, പൂക്കൾ, കിളികൾ എന്നൊക്കെ പറഞ്ഞാൽ അവൻ നന്നായിട്ട് മനസ്സിലാവും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഒരു സിലബസ് തയ്യാറാക്കുക അക്കോർഡിംഗ് ടു ദ നോളജ് ഓഫ് ആദിവാസി വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കുക. എറണാകുളം നഗരത്തിലെ CBSE വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തുക, അട്ടപ്പാടിയിൽ നിന്ന് 10 ആദിവാസികളെയും കൊണ്ട് വിളിച്ചു വരുത്തുക, പരീക്ഷ എഴുതിക്കുക. ആര് ജയിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവരെല്ലാം തോറ്റു തുന്നം പാടും, ഇവിടുത്തെ വലിയ ബുദ്ധിമാന്മാർ. നല്ല ഉറപ്പുണ്ടാക്കാൻ. അപ്പോൾ ഇങ്ങനെ വലിയ കെണിയാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് ഇത്തരം കെണിയിൽ നിന്ന് പുറത്ത് കടക്കാൻ ഒരു കൃത്യമായൊരു പാത അംബേദ്കർ പറഞ്ഞു. ഈ സംഘപരിവാർ കാലത്ത് നമ്മൾ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, രാമനോ വളരെ മോശമെന്ന് പറഞ്ഞു. രാമൻ നല്ലവനാണ്, BJPക്കാർ തെറ്റായിട്ട് ഉപയോഗിക്കുകയല്ല. രാമൻ ഇൻ ബോൺ വളരെ മോശമെന്ന്. അവൻ ജന്മനാ തന്നെ കുഴപ്പക്കാരനാണെന്ന്. അവനോ ആരോ എന്തൊക്കെയോ പറഞ്ഞെന്ന് കേട്ടിട്ട് നാട് വിട്ടു പോവുക, ആരോ എന്തോ ഭാര്യയെക്കുറിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് ഭാര്യയെ കാട്ടിക്കൊണ്ട് ഉപേക്ഷിക്കുക. അവൻ മനുഷ്യനാണോ അംബേദ്കർ? അവൻ ഫുള്ള് വെള്ളവടിയാന്ന് പറഞ്ഞു. ഫുള്ള് വെള്ളവടിയാണ്. തീരെ മോശം ക്യാരക്ടറാണ്. അവൻ ഒരിക്കലും പൂജനീയനായ ആളല്ല, അതിനേക്കാൾ എത്രയോ മാന്യനാണ് രാവണൻ. സീതയെ അവിടെ കൊണ്ടുവന്ന അയാളൊരിക്കലും ഒരു അരകൻ്റായ മനുഷ്യനായിരുന്നില്ല. സീതയെ അവിടെ കൊണ്ടുവന്ന അശോകവനത്തിൻ്റെ താഴെ നിർത്തിയിട്ട് ദിവസങ്ങളോടെ താമസിച്ച ഒരു പോറൽ പോലും ഒരു അതിക്രമത്തിനും ഈ മനുഷ്യന് മുന്നിൽ. പക്ഷെ അയാൾ വളരെ മോശക്കാരനാണ് നമ്മളെ സംബന്ധിച്ച്. അതെനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. രാമൻ്റെ അത്ര അതിക്രമമൊന്നും ഈ മനുഷ്യൻ ഒരിക്കലും കാണിച്ചിട്ടില്ല. പക്ഷെ രാവണൻ വളരെ മോശക്കാരനാണ്. പാണ്ഡവരുടെ അത്ര അതിക്രമം ഒരിക്കൽ പോലും കൗരവർ കാണിച്ചിട്ടില്ല. കൗരവർ പിന്നെയും മാന്യന്മാരായിരുന്നു പല ഘട്ടങ്ങളിലും. എല്ലാ അതിക്രമങ്ങളും ചതിയും കൊള്ളയും കൊള്ളിവെപ്പും വ്യഭിചാരവും ഭാര്യയെ പണയം വെച്ച് ചീട്ടുകളിയും ഒക്കെ ഇവരാ ചെയ്തത്. പക്ഷെ അവരെല്ലാം മാന്യന്മാർ. ഇത്തരം വിചിത്രമായ ഒരു മിത്തിനകത്ത് ജീവിക്കുകയാണ് നമ്മൾ യഥാർത്ഥിച്ച്. അതുകൊണ്ട് ഇതിനെ കർശനമായി പരിശോധിക്കാനും ഹിന്ദു കോഡെന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യവിരുദ്ധമായിരിക്കുന്നത് എന്ന് നമ്മളോട് പറഞ്ഞു തന്ന ഇന്ത്യൻ പാരമ്പര്യം എന്ന് പറയുന്നത് ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കർ. ഹിന്ദു സോഷ്യൽ ഓർഡറിനെ ഇപ്പോൾ ഗാന്ധി പറയുന്നുണ്ട്, ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ സ്വച്ഛന്തമായി ജീവിക്കുന്ന സ്ഥലമാണെന്ന് ഗാന്ധി പറയുമ്പോൾ, അംബേദ്കർ പറഞ്ഞു ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ അജ്ഞതയുടെ ചെളിക്കുണ്ടാണ്, അനാചാരങ്ങളുടെ ചെളിക്കുണ്ടാണ്, അത് എത്രയും പെട്ടെന്ന് ബാൻ ചെയ്യേണ്ടതാണെന്ന് അംബേദ്കർ പറയുന്നു. ഇതിനകത്ത് പ്രശ്നം ഗാന്ധി കാണുന്നത്, ഗാന്ധി നേരെ ഒരു ഗ്രാമത്തിലേക്ക്, അവിടുത്തെ ഏറ്റവും അതീവ സമ്പന്നനായ ആളിൻ്റെ വീട്ടിലേക്കല്ല, പുള്ളി വേറെ ഒന്നും കാണുന്നില്ല. വേറെ പട്ടികക്കാർക്ക് അവിടെ പുറത്തൊക്കെ താമസിക്കുന്നു. അവരൊക്കെ ഇങ്ങനെ പണ്ട് അയ്യൻകാളി പാടത്ത് നിന്ന് ശ്രീമൂലം തിരുനാളിനെ കണ്ടെന്ന് പറഞ്ഞതുപോലെ ഇവരിങ്ങനെ അകലെ നിന്ന് കാണുന്നില്ല. ഗാന്ധിക്കൊരിക്കലും ഇവരുമായിട്ട് ഇൻറ്റിമസി ഇല്ല, ഇവരുടെ അടുത്ത് വരുന്നില്ല, ഇവരെങ്ങനെ ജീവിക്കുന്നത് അറിയുന്നില്ല. ഗാന്ധിജിയെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള രസകരമായൊരു കഥ, അദ്ദേഹം ഈ പട്ടിയാതി കോളനിയിലൊക്കെ സന്ദർശിക്കുന്നത് കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട കോളനികളിലാണ് പോയെന്നാണ് പറയുന്നത്. കോൺഗ്രസ്സുകാർ തന്നെ ഒക്കെ പട്ടികക്കാരായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന ഒരു സംഗതിയായിരുന്നു പറയുന്നത്. നമ്മൾ ഈ രാഹുൽ ഗാന്ധിയൊക്കെ കേരളം സന്ദർശിക്കുമ്പം പറയില്ലേ, അത് വളരെ പെട്ടെന്ന് ആ വീട്ടിലേക്ക് കയറിയെന്ന് ചുമ്മാ പറയുന്ന, വളരെ പെട്ടെന്ന് പറയും, നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്ന കാര്യമാണ്. കോൺഗ്രസ്സുകാരൊക്കെ വളരെ കൃത്യമായിട്ട് വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി അവിടുത്തെ പട്ടികക്കാരൊരു കൃത്യസ്ഥാനമൊക്കെ ഉണ്ടാക്കി എനിക്ക് പോകുന്ന വഴി ഞാൻ കയറുക, പോകുന്ന വഴി കയറുന്നല്ല, അതെ അവിടെ കയറിക്കോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതാണ് അതിൻ്റെ സംഭവം. നമ്മുടെ ഈ ഗാന്ധിയും ഇങ്ങനെ ഇത്തരം ഗിമ്മിക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗാന്ധി ഇപ്പോൾ കേരളത്തിൽ വരുമ്പോൾ ഗാന്ധി ആരുടെ അതിഥിയാണ്? തിരുവിതാംകൂർ വരുമ്പോൾ മഹാരാജാവിൻ്റെ അതിഥിയാണ്. മഹാരാജാവിൻ്റെ വീട്ടിൽ നിന്നാണ് പുള്ളി വെങ്ങാനൂർ അയ്യങ്കാളിയെ കാണാൻ പോകുന്നത്. അത് എവിടെ ചെന്നാലും അവിടുത്തെ ഏറ്റവും വലിയ മാന്യൻ്റെ അതിഥിയായിട്ടാണ് ഗാന്ധി ജീവിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് കന്നഡ എഴുത്തുകാരിയാണ് സരസ്വതി എന്ന് പറയാം. അപ്പോൾ അവർ കുറേ വർഷങ്ങൾക്ക് മുമ്പ് കേരളം സന്ദർശിക്കാനായിട്ട് വന്നപ്പം നമ്മുടെ അവിടെ വരാൻ ഞങ്ങൾ തമ്മിൽ കാണാനിടയായി. എൻ്റെ വീട്ടിൽ വന്നൊരു ദിവസം താമസിക്കുകയും ചെയ്തു.
അപ്പോൾ അവർ എന്നോട് പറഞ്ഞൊരു കാര്യം, എങ്ങനെയാണ് ആരെയൊക്കെ കാണണമെന്ന് ചോദിച്ചു ഇവിടെ വന്നപ്പോൾ. അവർ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എന്തൊരു സ്കോളർഷിപ്പിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുക, നോവലിസ്റ്റാണ്. ആരെ കാണുന്ന ചോദിക്കുമ്പം കൃത്യമായിട്ടൊരു ലിസ്റ്റ് കിട്ടുന്നു. അപ്പം ഞാൻ ആ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കും, കൃത്യമായ സവർണ റൂട്ടാണ്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം ഒറ്റ പട്ടികക്കാരനാണ്, അതിൽ ഒറ്റ തെളിവനില്ല. എഴുത്തുകാർ, നാടകക്കാർ, ഇതെല്ലാം ഇങ്ങനെ കൃത്യ സവർണ റൂട്ടാണ്. ഇങ്ങനെ അങ്ങ് പോവും. നമ്മളെ ഒരിക്കലും അവർ കാണത്തുമില്ല, നമ്മളൊരിക്കലും അവരെ കാണത്തില്ല. അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറയും, ഇതെനിക്ക് പറ്റത്തില്ല, എനിക്കിവിടെ റാഡിക്കലി കുറച്ച് പെരിഫറലായിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ കൂടെ കാണണമെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് അത്ര അവർ കല്ലറയിൽ വരികയും ഞങ്ങളെ കാണുകയും ചെയ്തു. ഇതൊക്കെ ഈ എന്ന് പറഞ്ഞ റൂട്ടുണ്ട്. ഈ പറയുന്ന ശ്രീനാരായണൻ്റെ ഗുരുവിൻ്റെ റൂട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിൽ നമുക്കിത് കാണാം. ദീപസമ്പന്നമായ ഈഴവ കുടുംബങ്ങൾ അദ്ദേഹത്തിൻ്റെ റൂട്ട് തീരുമാനിച്ചുകൊണ്ടിരുന്നു. അത് മലബാറിൽ പോയാലും കൊള്ളാം, തിരുവിതാംകൂറിൽ പോയാലും, എവിടെയായാലും അതീവ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് സമ്പന്ന കുടുംബങ്ങളിലേക്ക് അദ്ദേഹം ചെല്ലുമ്പോൾ അവിടെയെല്ലാം ബാക്കിയുള്ളവരൊക്കെ വന്ന് ഗാദർ ചെയ്യുമായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു റൂട്ട് നമുക്ക് കൃത്യമായി കാണാൻ പറ്റും. നമ്മളിങ്ങനെ അതുകൊണ്ട് ഇവർ യഥാർത്ഥത്തിൽ ഈ ഗ്രാമത്തിൻ്റെ യാഥാർത്ഥ്യം അവർ അറിയുന്നില്ല. അതുകൊണ്ട് ഗാന്ധിക്ക് തോന്നി, കൊള്ളാമല്ലോ, ഇത് നല്ല നല്ല സുന്ദരമായൊരു സ്ഥലമാണല്ലോ എന്ന് തോന്നുന്നു. അദ്ദേഹം അതിനെ ആദർശവൽക്കരിക്കാൻ ശ്രമിക്കുന്നു. അംബേദ്കർ പറഞ്ഞു, അങ്ങനെ ആദർശവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ഭീകരമായ അതിക്രമങ്ങൾ നടക്കുന്ന സ്ഥലമാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ, അതുകൊണ്ട് നിരോധിക്കപ്പെടേണ്ടതാണ് എന്ന ഒരഭിപ്രായം അംബേദ്കർ പറഞ്ഞു. ഈ രാമനെക്കുറിച്ചിട്ട്, രാമൻ എന്ന് പറയുന്ന വളരെ മോശം കഥാപാത്രമാണ്, അല്ലെങ്കിൽ കൃഷ്ണൻ വളരെ മോശം കഥാപാത്രമാണെന്ന് അംബേദ്കർ പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഹിന്ദു ആരാധനാക്രമത്തിൻ്റെയും ഹിന്ദു ജീവിതബോധത്തിൻ്റെയും അടിസ്ഥാന തത്വങ്ങളെ നമ്മൾ വലിച്ചെറിയേണ്ടതുണ്ട് എന്നതാണ് അംബേദ്കർ നമ്മളെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ച മർമ്മപ്രധാനമായി. എവേ ഫ്രം ഹിന്ദുയിസം എന്ന് പറയുന്ന സമയം, എവേ ഫ്രം ഹിന്ദുയിസം എന്ന് പറയാവുന്ന വിധത്തിൽ, അതായത് ഏറ്റവും അധാർമികമായ മനുഷ്യരെ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ഹിന്ദു ജീവിതക്രമം എന്നാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഏറ്റവും അധാർമികനായ മനുഷ്യൻ, ഈ അധാർമികത എന്ന് പറഞ്ഞാൽ ഈ അധാർമികത അവൻ അറിയുന്നില്ല. ആയിരക്കണക്കിന് കഥകളിലൂടെ, നോവലുകളിലൂടെ, ഈ പറയുന്ന മിത്തുകളിലൂടെയൊക്കെ വീണ്ടും വീണ്ടും ഉറപ്പിക്കും. ഇവൻ അറിയുന്നില്ല ഇവൻ ചെയ്യുന്ന ഒരു കുറ്റകൃത്യത്തിൻ്റെ ആഴമെന്തെന്ന്. നമ്മളൊരു കാര്യം, ഒരു തീന്മേശയിൽ ഒരാൾ മറ്റൊരാളുടെ പങ്ക്, ഭക്ഷണം ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ അയാളൊരു സാമൂഹികമായ കുറ്റകൃത്യമാണ് ചെയ്യുന്നത്, ഒരു സോഷ്യൽ ക്രൈം അയാൾ ചെയ്യുന്നത്. അതായത് ഒരു മേശയിൽ നമ്മൾ ഭക്ഷണം ഷെയർ ചെയ്യുന്ന എപ്പോഴാണ്? നമ്മുടെ രുചിബോധമാണ് അത് തീരുമാനിക്കുന്നത്. എനിക്ക് മീൻകറി ഇഷ്ടമാണ്, ഞാൻ മീൻകറി എടുക്കുന്നു എന്ന് പറയുന്ന പോലെ നമ്മുടെ രുചിബോധമാണ്. പക്ഷെ അയിത്തക്കാരൻ്റെ ഭക്ഷണം മറ്റൊരാൾ എടുക്കാതെ വരുമ്പോൾ അയാളെ അവിടെ നിയന്ത്രി അയാളുടെ രുചിബോധമേ അല്ല. ഒരുപക്ഷെ അവന് ഇഷ്ടപ്പെട്ട ഇറച്ചിക്കറിയായിരിക്കും അയിത്തക്കാരൻ്റെ കയ്യിലിരിക്കുന്നത്, പക്ഷെ അവൻ കഴിക്കില്ല. അവൻ്റെ ധാർമ്മിക ബോധം അവനെ അനുവദിക്കില്ല. അതിൻ്റെ പ്രശ്നം അവിടെ അവനെ നയിക്കുന്ന അവൻ്റെ കൊതിയല്ല, മറിച്ച് അവൻ്റെ ഒരു ധാർമ്മികത. ഈ ധാർമ്മികതയുടെ അപകടത്തെക്കുറിച്ചാണ് അംബേദ്കർ നമ്മളോട് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു നല്ല മനുഷ്യനെ ചീത്ത മനുഷ്യനെ നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി ആയിട്ട് വേണം നമ്മൾ ഈ ഹിന്ദു സോഷ്യൽ ഓർഡറിനെ കാണാനെന്നും, അതുകൊണ്ട് അതിനെ ബാൻ ചെയ്യുന്ന, അതിനെ ദുർബലപ്പെടുത്തുന്ന, അതിനെ പുറത്തുനിന്ന് പ്രഷറൈസ് ചെയ്യുന്ന വലിയൊരു മൂവ്മെൻ്റാണ് നമ്മൾ ഉണ്ടാക്കേണ്ടതെന്നും, ആ മൂവ്മെൻറ്റിൽ ഈ ദലിതരെന്ന് പറഞ്ഞ അൺടച്ചബിൾ കാസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഹിസ്റ്റോറിക്കലായ ഒരു വലിയ പ്രാധാന്യമുണ്ട് എന്നൊക്കെ, ഒരു സോഷ്യൽ ഏജൻസി എന്ന നിലയിൽ വളരെ വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന തത്വമായിട്ടുള്ള സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന മൂല്യം ഇന്ത്യയിൽ സ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഹിന്ദു സോഷ്യൽ ഓർഡറിനെയും ഹിന്ദു ധാർമ്മികതയെയും നമുക്ക് മറികടക്കാൻ, മാറ്റിവെക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ അറിയേണ്ടത്. ഈ അമ്പക്കറൈറ്റുകളായിട്ടുള്ളവർ ഈ സംഘപരിവാർ ശക്തികളുടെ കൂടാരങ്ങളിൽ ചെന്നപ്പെടുകയും അവർ ചില ന്യായീകരണങ്ങൾ അവരുടെ പുതിയ തീരുമാനത്തോട് പറയുകയും ചെയ്യുന്നു. രാഷ്ട്രീയമായിട്ട് എവിടെയും പോകുന്നതിന് നമ്മൾ അവർക്കെതിരല്ല. അവർക്ക് എവിടെ വേണമെങ്കിലും പോകാനുള്ള അവകാശമുണ്ട്. രാഷ്ട്രീയ അധികാരത്തിൻ്റെ പ്രശ്നമാണ്, എവിടെ വേണമെങ്കിലും പോയിക്കോട്ടെ. പക്ഷേ ഡോക്ടർ B.R. അംബേദ്കറിൻ്റെ ഒരാശയപ്രപഞ്ചവും അവരെ സഹായിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഡോക്ടർ അംബേദ്കറെ സമകാലീനമായ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹിന്ദുത്വ വിമർശനത്തിൻ്റെയും ജനാധിപത്യ തത്വങ്ങളുടെ വികസിതമായ ജനാധിപത്യ സങ്കല്പത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഭാവി തലമുറ ഡോക്ടർ B.R. അംബേദ്കറെ ഫോളോ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹം വെച്ച ധാർമ്മികമായ മുന്നറിയിപ്പുകളെയും ഇന്ത്യക്ക് ഇനി അവഗണിക്കാൻ കഴിയില്ല. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിലെ തന്നെ അടിച്ചമർത്തപ്പെട്ട മുഴുവൻ ജനവിഭാഗങ്ങൾക്കും വലിയ ആവേശവും പ്രതീക്ഷയുമായി ഡോക്ടർ B.R. അംബേദ്കർ മാറുന്നത് കേവലമായി അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നതുകൊണ്ട് മാത്രമല്ല, അത്തരം പ്രശ്നങ്ങളെ മനുഷ്യനെ ഇൻഹ്യൂമനാക്കി മാറ്റുന്ന, മനുഷ്യവിരുദ്ധമാക്കി മാറ്റുന്ന പ്രവണതകളെ സമൂഹത്തിൽ നിന്ന് മാറ്റുവാനും പുതിയൊരു സാമൂഹിക ക്രമത്തെ എങ്ങനെ നിർമ്മിക്കാമെന്നതിനെ സംബന്ധിച്ച് ഡോക്ടർ B.R. അംബേദ്കറിന് താത്വികവും രാഷ്ട്രീയവും ധാർമ്മികവുമായ
സാമൂഹ്യശാസ്ത്രപരവുമായൊരു ദർശനം ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ സമഗ്രമായി തന്നെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് മാത്രം ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ഈ ദർശനം കൊണ്ട് മാത്രം ലോകത്തിന് രക്ഷപ്പെടാമെന്നുള്ള യാതൊരു അതിമോഹവുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഡോക്ടർ ബി ആർ അംബേദ്കറെ അവഗണിച്ചുകൊണ്ട് ഒരു ചുവട് പോലും ഇനി ലോകത്തിന് മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ആ ഒരു ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ലോകത്തെ നമുക്ക് കാണേണ്ടത്. യൂറോപ്പിൽ നിന്ന് വന്ന ജിപ്സികൾ ഇന്ത്യയിൽ വരികയും മഹാരാഷ്ട്രയിൽ വരികയും അംബേദ്കറെക്കുറിച്ച് പഠിക്കുകയും വളരെ വ്യാപകമായി അംബേദ്കർ ലിറ്ററേച്ചറുകളൊക്കെ വായിക്കുക, സംവാദത്തിൽ ഏർപ്പെടുകയും ചെയ്തതിന് ശേഷം ഈ കാറൽ മാർക്സിസവും തത്വചിന്തയും പ്ലേറ്റോയും ദക്കാർത്തും ലോക്കും ഹെഗലും എല്ലാം ഉണ്ടായിരുന്ന യൂറോപ്പ് എന്ന് പറഞ്ഞ ഭൂപ്രദേശത്ത് നൂറ്റാണ്ടുകളായി ജീവിക്കുന്ന ജിപ്സികൾ പ്രഖ്യാപിച്ചൊരു കാര്യം അംബേദ്കറാണ് ഞങ്ങളുടെ നേതാവ് എന്നാണ്. അതൊരു ചെറിയ കാര്യമായി നാം എടുക്കരുത്. ഇന്നലെ മിനിഞ്ഞാന്നുമൊക്കെയായിട്ട് ലോകത്തെമ്പാടും ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജന്മദിനം വ്യാപകമായി ആഘോഷിക്കപ്പെടുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിലാണ് ഇന്ത്യൻ കേന്ദ്ര സാഹിത്യ അക്കാദമി പോലുള്ള സ്ഥാപനങ്ങൾ അവഗണിച്ചിരുന്ന ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ ജന്മദിനാഘോഷങ്ങൾ അവർ ഇന്ത്യയിൽ തുടങ്ങിയിരിക്കുന്നു. ജർമ്മനിയിലെ ബോൺ യൂണിവേഴ്സിറ്റി കഴിഞ്ഞ ദിവസം അംബേദ്കർ ജന്മദിനാഘോഷം നടത്തിയിരിക്കുന്നു. എന്നാൽ ലോകത്തെമ്പാടും പുതിയൊരു അന്വേഷണത്തിൻ്റെ ഒരു മേഖലയായി അംബേദ്കർ മാറുകയും അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ മലയാളികൾ വ്യക്തികളെന്ന നിലക്ക് അംബേദ്കറോട് പുലർത്തുന്ന ഒരു ബന്ധം നമുക്ക് പുനഃപരിശോധിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇപ്പോൾ കുറച്ചൊക്കെ അംബേദ്കർ കൂടുതൽ സജീവമായി ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴും കേരളത്തിലെ സവർണ ഇൻ്റലിജൻഷ്യയ്ക്ക് ഇപ്പോഴും അപരിചിതനാണ് അംബേദ്കർ എന്നത് ഖേദപൂർവ്വം പറയാതിരിക്കാൻ പറ്റില്ല. അവർക്കൊരു ഭാവി ഉണ്ടാവണമെങ്കിൽ, അവർക്കിനി ജനങ്ങളോട് സംസാരിക്കാൻ കഴിയണമെങ്കിൽ അവർ തീർച്ചയായും അംബേദ്കറിലേക്ക് തിരിയേണ്ടി വരും. അത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം അംബേദ്കറിൻ്റെ ഒരു പുതിയ ഭാവിയെ അടയാളപ്പെടുത്തുന്നൊരു സന്ദർഭമാണത്. അംബേദ്കറൈറ്റുകൾ എന്ന നിലക്ക് നമ്മുടെ ഉത്തരവാദിത്വം കൂടുതൽ വലുതായിരിക്കുന്നു എന്ന ഉത്തമ ബോധ്യത്തോടെ വളരെ സജീവമായി അംബേദ്കറൈറ്റ് ജീവിതവും പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് അംബേദ്കർ ജന്മദിന ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.